നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാകിസ്ഥാന്റെ കള്ളങ്ങൾക്ക് ദൃശ്യങ്ങൾ സഹിതം ഇന്ത്യയെ കാത്ത സൈന്യം മറുപടി നൽകുമ്പോൾ ഒരു തെളിവ് പോലും നൽകാനാവാതെ കുഴങ്ങുകയാണ് തെമ്മാടി രാഷ്ട്രം. ഡൽഹിയിൽ പോലും നാശമുണ്ടാക്കിയെന്ന് പാക് സൈന്യം വീമ്പ് പറയുമ്പോൾ തെളിവെവിടെയെന്ന ചോദ്യത്തിന് മറുപടിയില്ല. കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെ വ്യോമത്താവളങ്ങളിൽ ഇന്ത്യൻ മിസൈലുകൾ കനത്ത നാശം വിതച്ചതിനാലാണ് പാകിസ്ഥാൻ മുട്ടുമടക്കിയത്. പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത PL-15 മിസൈൽ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. മിറാഷ് വിമാനങ്ങൾ കഷ്ണങ്ങളായി ചിതറി. പാകിസ്ഥാന്റെ ചൈനീസ് ഡ്രോണുകൾക്കാകട്ടെ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളിൽ പോകൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഭീകരരുടെ സംസ്കാര ചടങ്ങിന് നേതൃത്വം നൽകിയ മതപണ്ഡിതൻ അമേരിക്ക ഭീകരനായി പ്രഖ്യാപിച്ച ഹാഫിസ് അബ്ദുള്ള റൌഫ് ആണെന്ന തെളിവ് കൂടി പുറത്തു വന്നതോടെ പാക് സൈന്യവും ഭീകരരും തമ്മിലുള്ള ബന്ധം വീണ്ടും പകൽ പോലെ വ്യക്തമാവുകയാണ്. പാകിസ്ഥാൻ വെടിനിർത്തലിനായി സമീപിച്ചത് ഇന്ത്യയുടെ വിജയമെന്ന് ഉറപ്പിക്കുമ്പോൾ രാജ്യം 8 മണിക്കുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കായി കാത്തിരിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ നാമാവശേഷമാക്കിയോ ഇന്ത്യൻ സൈന്യം? ശ്രീ മോഹൻ വർഗീസ്, ശ്രീ രഘുനാഥ് നായർ, ശ്രീ സേനാപതി വേണു, ശ്രീ ശ്രീജിത് പണിക്കർ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യൻ വിജയം അത് പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് കരുതാം. പ്രധാനമന്ത്രിയുടെ രാജ്യത്തോടുള്ള അഭിസംബോധന കൃത്യം 8 മണിക്ക് തുടങ്ങും. അതിനായി രാജ്യം കാത്തിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യൻ സേന കുറേയേറെ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അതിൽ പാകിസ്ഥാനിൽ നിന്ന് കുറേയേറെ വീമ്പ് പറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്, കുറെ അവകാശവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ പറയുന്നത് ഡൽഹി വരെ ആക്രമണം നടത്തുവാൻ പാകിസ്ഥാൻ സേനയ്ക്ക് കഴിഞ്ഞു എന്നാണ്. പക്ഷെ അവിടെ നിന്ന് ഒരു തെളിവ് പോലും പുറത്തേക്ക് വന്നിട്ടില്ല, ഒരു വീഡിയോ ദൃശ്യമില്ല, ഒരു ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഇന്ത്യൻ സേന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. കറാച്ചിയിൽ പോലും വ്യോമത്താവളം ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് പാക് വാദങ്ങൾ പൊളിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടത്. തെളിവുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഇന്ന് പുറത്തുവിട്ടത്. ഇന്ത്യയുടെ DGMOമാർ, കരനാവിക വ്യോമസേന DGMOമാർ നടത്തിയ പത്രസമ്മേളനത്തിൽ സംഭവിച്ചത് വളരെ കൃത്യമായ തെളിവുകൾ രാജ്യത്തിന് മുമ്പിൽ ഹാജരാക്കുക എന്നതാണ്. ഇത് വെറും ക്ലെയിമല്ല, യഥാർത്ഥ തെളിവുകളാണ്, ചിത്രങ്ങളാണ്, ഉപഗ്രഹ ചിത്രങ്ങൾ, അതുപോലെ തന്നെ ആക്രമണ ചിത്രങ്ങൾ, തെളിവുകളാണ്. ഇന്ത്യക്കുള്ളിൽ സംഭവിച്ച ആക്രമണ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ഡാമേജസ് മാത്രമാണ് ഉണ്ടായത് എന്നതിൻ്റെ സ്ഥിരീകരണവും വരുന്നു. ആദ്യമായിട്ടാണ് കറാച്ചി ആക്രമണ വിധേയമായി എന്ന ഒരു സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതിൻ്റെ സ്ഥിരീകരണം വന്നത് ഇന്ന് സൈന്യം നടത്തിയ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ ലോകത്തോടായി പറയുകയാണ്, കറാച്ചി എന്ന തുറമുഖ നഗരം, സിന്ധിൻ്റെ തലസ്ഥാനം ആക്രമണ വിധേയമായി. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ കപ്പലുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും കുതിച്ചുയർന്ന ഒരുപക്ഷെ ആ റോക്കറ്റുകളായിരിക്കണം ഒരുപക്ഷെ കറാച്ചി നഗരത്തിൽ നാശം വിതച്ചത് എന്നത് തീർച്ചയായും അതിന് ഇനിയും സ്ഥിരീകരിക്കേണ്ട കാര്യമാണ്. പക്ഷേ കറാച്ചിക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നു, തലസ്ഥാനമായി ഇസ്ലാമാബാദിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. ഇവിടെ എല്ലാമുള്ള വ്യോമത്താവളങ്ങളാണ് ആക്രമണ വിധേയമായത് എന്ന് കൃത്യമായ ഇടങ്ങളിൽ ആക്രമണം നടത്ത വിവരങ്ങളാണ്. അതേസമയം പാകിസ്ഥാന്റെ പ്രഹരശേഷി പരമാവധി കുറവായിരുന്നു എന്ന് ചൈനീസ് നിർമ്മിത PL-15 എന്ന കുട്ടിഘോഷിക്കപ്പെട്ട മിസൈലിൻ്റെ ഒരു പ്രഹരശേഷി വളരെ കുറവായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന ലഭിക്കുന്നു. കാരണം പാകിസ്ഥാൻ ഉപയോഗിച്ചത് മുഴുവൻ തന്നെ ഡ്രോണുകളാണ്. കൂടുതലായും ആദ്യ ദിവസങ്ങളിൽ ഉപയോഗിച്ചത് ഡ്രോണുകളാണ്. നമുക്കറിയാം, ടർക്കിഷ് മെയ്ഡ് ഡ്രോൺസ്. ഇതൊക്കെ പലതും കാര്യമായ സ്ഫോടക വസ്തുക്കൾ പോലും ഇല്ലാത്ത സർവൈലൻസ് ഡ്രോണുകളാണ്. 350-400 പരം ഡ്രോണുകളാണ്. അതിൽ ഒന്നിന് പോലും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് എസ്കലേഷൻ നീങ്ങിയപ്പോൾ ചൈനീസ് നിർമ്മിത PL-15 മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചു. പക്ഷേ ആ മിസൈലുകൾക്കും ആകാശത്ത് വെച്ച് നമ്മുടെ ആകാശ് മിസൈൽ സംവിധാനത്തിന് വളരെ ഫലപ്രദമായി ചൈനീസ് മിസൈലുകളെ തടയാനായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് ഒന്നൊന്നായി പൂർത്തീകരിച്ചു എന്നതിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി ഞങ്ങൾ നിർവഹിച്ചു എന്ന് രാജ്യത്തോടെ പറയുന്നു. ഇനി അടുത്ത ചോദ്യം, പ്രധാനമന്ത്രിയുടെ വരാനിരിക്കുന്ന സമ്മേളനം 8 മണിക്ക് രാജ്യം കാതോർക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ രാജ്യത്തോടായി ചെയ്യുന്ന സംസാരം, അതായത്
ഈ എസ്കലേഷൻ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തി. തീവ്രവാദ കേന്ദ്രങ്ങളിൽ 9 കേന്ദ്രങ്ങളിൽ ഭഗവൽപൂരും അതുപോലെ മൊറിറ്റ്ഖയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കറിൻ്റെയും ഒക്കെ താവളങ്ങൾ ആക്രമിച്ചതിന് ശേഷം പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ രാജ്യത്തോടായി സംസാരിക്കുന്നത്. ഒരു പിടി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തുന്ന അമേരിക്കൻ ഇൻവോൾവ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഉത്തരം ഒരുപക്ഷെ അല്ലെങ്കിൽ വിശദീകരണമെങ്കിലും ഉണ്ടായേക്കാം. അതായത് ഇവിടെ നമ്മുടെ ബൈലാറ്ററലിസം എന്ന നമ്മുടെ പോളിസി, ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുക, അതിന് അമേരിക്കയുടെ ഇടപെടലോ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഇടപെടലോ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അനുവദിച്ചിട്ടുമില്ല. അതേക്കുറിച്ചുള്ള സ്ഥിരീകരണം, ക്ലാരിഫിക്കേഷൻ ഉണ്ടാകണം. പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ നയത്തിൽ ഉഭയകക്ഷി ബൈലാറ്ററലിസം, സിംല അഗ്രിമെൻറ്റിൽ കൊണ്ടുവന്ന ബൈലാറ്ററലിസം എന്ന നയത്തിൽ വെള്ളം ചേർത്തോ, അമേരിക്കൻ ഇടപെടൽ ഉണ്ടായോ, ഉണ്ടായെങ്കിൽ ഏതറ്റം വരെ, പാകിസ്ഥാനെ മാത്രം സമ്മർദ്ദപ്പെടുത്തിയോ അമേരിക്ക, അതോ ഇന്ത്യയുമായി കൂടി ഇന്ത്യക്ക് സമ്മർദ്ദത്തിലാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടെ യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അത് ആദ്യം തന്നെ പറഞ്ഞിരുന്നതാണ്. ഇന്ന് ഈ കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും ഔദ്യോഗികമായിട്ടുള്ള പ്രതിനിധികൾ തന്നെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ DGMOയും DGNOയും ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ DGAOയും ഉണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ. ഇവർ 3 പേരും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. നമ്മുടെ സേനയ്ക്ക് എവിടെ വരെ മുന്നേറാൻ കഴിഞ്ഞു, അവിടെ എങ്ങനെയാണ് പാകിസ്ഥാൻ പ്രതിരോധത്തിലായത് എന്ന കാര്യം കൃത്യമായിട്ട് അവർ വിശദീകരിക്കുകയാണ്. അതും ദൃശ്യങ്ങൾ സഹിതം വിശദീകരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ആർമി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഡൽഹി വരെ ആക്രമണം നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ രാത്രികളിൽ 7, 8, 9 തീയതികളിൽ രാത്രികളിൽ അവർ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർന്നു എന്നാണ്. പക്ഷെ നേരിയ പോകൽ മാത്രം ചില സൈനിക കേന്ദ്രങ്ങൾക്കുണ്ടായി എന്നല്ലാതെ ഒരു തരത്തിലുള്ള വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് മാത്രമല്ല, ഒരു തെളിവ് പോലും, കുറെ മാപ്പുകൾ കാണിച്ചതല്ലാതെ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ ഇതുവരെ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് മുറിവേൽപ്പിച്ചിട്ടുള്ളത് പാകിസ്ഥാനിൽ ഇന്ത്യ എന്ന കാര്യം വ്യക്തമാണ്. അത് സൈനിക കേന്ദ്രങ്ങളിൽ, വ്യോമത്താവളങ്ങളിൽ ഒക്കെയുണ്ട്. കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെ അത് നീണ്ടു നിൽക്കുകയാണ്. ലാഹോറിലും പ്രശ്നമുണ്ടാക്കി, റാവൽപിണ്ടിയിലും വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞിരുന്നു. സേനയുടെ ഒരു പ്രതികരണം കേൾക്കാം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന്. എന്തൊക്കെയാണ് ഇന്ത്യയുടെ നേട്ടങ്ങളെന്ന്. हमारी एयर डिफेंस सिस्टम्स देश के लिए दीवार की तरह खड़ी थी और इसको भेदना दुश्मन के लिए नामुमकिन था. The performance and efficacy demonstrated by even the older battle-proven AD systems like the Pechora, the OSA AK and the LLAD guns in countering the Pakistani threat vectors in the current operations. They were all modern generations, but these battle-proven systems stood the test of time and took them on head-on. Another highlight has been the stellar performance of the indigenous air defense weapon system like the Akash system. Shown on the screen is the probable enemy PL-15 missile, which is of Chinese origin. This missile has missed its target and you can see the pieces now which are available with us. Another weapon system or weapon which was found was the long-range rocket, the pieces of which you can now see on the screen. We have talked about the loiter munitions and the unmanned aerial systems, and here are some of the glimpses of those systems which were brought down. ശ്രീ രഘുനാഥ് നായർ, താങ്കൾ എങ്ങനെയാണ് ഇന്ന് സൈന്യത്തിന്റെ വാർത്താ സമ്മേളനത്തെ കാണുന്നത്? കറാച്ചിയിലും വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായി എന്ന്, കറാച്ചിയുടെ കാര്യം ഇന്നലെയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് ദൃശ്യങ്ങൾ സഹിതമാണല്ലോ ഇന്ത്യൻ സൈന്യം ഓരോ കാര്യങ്ങളും വിശദീകരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തെറ്റായ രീതിയിലുള്ള ക്ലെയിമുകൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യൻ സേന കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ രാജ്യം നടത്തിയ മുന്നേറ്റം സൂചിപ്പിക്കുന്നത്? ഇതിൽ ആശയക്കുഴപ്പത്തിനിടയുണ്ടോ? ഇതിൽ യാതൊരുവിധ ആശയക്കുഴപ്പത്തിന് ഇടയില്ല മഞ്ജുഷ. ഇത് വളരെ ക്ലിയർ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ ഇതിനു മുമ്പ് നമ്മൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിലൊക്കെ നമ്മുടെ അകത്തുനിന്ന് തന്നെ തെളിവ് ചോദിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായതാണ്. അപ്പം ഇവിടെ നമ്മുടെ അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഇപ്രാവശ്യം ISRO പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 10 സാറ്റലൈറ്റ്സ് വെച്ചിട്ടാണ് ഈ കംപ്ലീറ്റ് യുദ്ധമുഖത്തെ ഒബ്സർവ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്നതും ഗൈഡൻസ് കൊടുക്കുന്നതും. ഇപ്പൊ GPS-നെ പോലെ നമ്മൾ ആശ്രയിക്കുന്നില്ല. നമ്മൾ 100% ആക്യുറസിയോടുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാവിക് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇനി പറഞ്ഞ ആ പിൻ പോയിന്റ് ആക്യുറസി എന്ന് പറയുന്നതും അതുപോലെ തന്നെ PL-15 മിസൈല് ഇവിടെ വന്നിട്ട് അത് പൊട്ടാതെ നമ്മൾ അതിനെ
റിക്കവർ ചെയ്തു എന്ന് പറയുന്നതും എല്ലാം ഇന്ത്യൻ ആയുധങ്ങളുടെ ഇന്നത്തെ നിലയിൽ ഇന്ത്യയുടെ ആയുധങ്ങളുടെ ഏറ്റവും വലിയൊരു ശേഷിയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, നമ്മുടെ ആക്രമണങ്ങളെല്ലാം പിൻ പോയിന്റ് ആയിരുന്നു, സിവിലിയൻ കാഷ്വാലിറ്റി ഇല്ലാതെ, വലിയ കൊളാറ്ററൽ ഡാമേജ് ഇല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റുകൾ, അതായത് നമ്മുടെ ആയുധങ്ങളുടെ CEP എന്ന് പറയും, സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്ന് പറയും, അതായത് ഈ ആയുധങ്ങളുടെ കൃത്യത എത്രത്തോളമാണ് എന്നുള്ളതിൻ്റെ ഒരു മെഷറാണത്. 5 മീറ്റർ മുതൽ CEP ഉള്ള ആയുധങ്ങൾ, 5 മീറ്ററിന്റെ CEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ആക്യുറസിയാണ് അങ്ങേയറ്റം. കാരണം 400, 300 മുതൽ 500 കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്ത് പോകുന്ന ഒരു മിസൈല് ചെന്ന് പതിക്കുമ്പോൾ വെറും 5 മീറ്ററിന്റെ ഡിഫറൻസ് അവിടെ വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഹയസ്റ്റ് റേറ്റ് ഓഫ് ആക്യുറസിയാണ്. നമ്മുടെ 3 മീറ്ററിന്റെ ആക്യുറസി ഉള്ള ആയുധങ്ങൾ വരെയുണ്ട്. അപ്പൊ ഇത്രയും കൃത്യതയോടുകൂടി പ്രിസിഷൻ സ്ട്രൈക്ക് ചെയ്യണം. നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റുകളെ മുഴുവൻ 11 ആക്രമണങ്ങളാണ് ഇന്നലെ അവര് നടത്തിയത്. അതുപോലെ 90 ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വെറും 90 മിനിറ്റ് കൊണ്ട് 11 ശക്തമായ ആക്രമണങ്ങൾ നടത്തി പാകിസ്ഥാന്റെ നടുവൊടിച്ചു എന്ന് പറയുന്നത് എല്ലാം കൃത്യമായ തെളിവുകളോടുകൂടി തന്നെയാണ് ഇവരത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന് പുറമെയാണ് ഇത്തരത്തിൽ സൈനിക കേന്ദ്രങ്ങളും വ്യോമത്താവളങ്ങളും തകർക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുള്ളത്, അല്ലേ? അതെ അതെ അതെ. സൈനിക കേന്ദ്രങ്ങളുടെ ആക്രമണം എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റ് ലോഞ്ച് പാഡിന്റെ അല്ലെ തീവ്രവാദി കേന്ദ്രങ്ങളുടെ ട്രെയിനിങ് സെന്റേഴ്സിന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ 9 കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിച്ചത് സ്കാൾപ്പ് മിസൈലുകളും അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, അതുപോലെ ഹാമർ ബോംബ് കിറ്റുകളും ഉള്ള ബോംബുകളും ഒക്കെയാണ് ഉപയോഗിച്ചത്. ഇതെല്ലാം പ്രിസിഷൻ ഗൈഡഡ് സിസ്റ്റംസ് ആണ്. ഇത് വളരെ കൃത്യതയോടുകൂടി നമ്മൾ കണ്ടു, ഒരു ബിൽഡിങ്ങിന്റെ റൂഫിനെ തുളച്ചിട്ട് അകത്തേക്ക് പോയിട്ട് അകത്ത് ചെന്നിട്ടാണ് ഈ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. അപ്പോഴും ബിൽഡിന്റെ സ്ട്രക്ചറിന് വലിയ നാശനഷ്ടം ഉണ്ടാകാതെ ദൃശ്യങ്ങളിൽ പലതിലും കാണാമായിരുന്നു അവിടെ റൺവേയിലൊക്കെ വലിയ കുഴികൾ രൂപപ്പെട്ട് വന്നിരിക്കുന്നത്, അല്ലേ? അതെ, അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രഹ്മോസ് പോലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ബ്രഹ്മോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ 2 സൂപ്പർസോണിക് ക്രൂസ് മിസൈലേ ലോകത്തിലുള്ളൂ. അതുപോലെ ഒന്ന് റഷ്യയുടെയിലും ഒന്ന് ഇപ്പൊ നമ്മുടെ ബ്രഹ്മോസുമാണ്. അപ്പൊ ഈ ബ്രഹ്മോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന വാർഹെഡ്, ഇതിലെ എക്സ്പ്ലോസീവിന്റെ ക്വാണ്ടിറ്റി തീർച്ചയായിട്ടും വലിയൊരു ഘടകമാണ്. പക്ഷെ ഇത് ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് 2-3 അഡ്വാൻറ്റേജ് ആണ്. ഒന്ന്, ശത്രുക്കളുടെ മിസൈലുകൾക്ക് ഇതിനെ തടുക്കാൻ പറ്റില്ല. രണ്ടാമത്, ഇത് വളരെ കുറഞ്ഞ ഓൾട്ടിറ്റ്യൂഡിലാണ് പോകുന്നത്, അതുകൊണ്ടും ഇതിനെ തടുക്കാനായിട്ട് സാധ്യമല്ല. ഇന്ന് ബ്രഹ്മോസിനെ തടുക്കാനുള്ള ടെക്നോളജി ഒരു രാജ്യത്തും ഇല്ല. പിന്നെ ഈ ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഇമ്പാക്ട് അതിഭയങ്കരമായിരിക്കും. ഇതിനകത്ത് എക്സ്പ്ലോസീവ്സ് എത്രയുണ്ടോ അതേ ക്വാണ്ടിറ്റി ഓഫ് എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചിട്ടുള്ള മറ്റുള്ള മിസൈലുകളെ അപേക്ഷിച്ച് ഇതിന്റെ ഇമ്പാക്ട് ഒരുപാട് മടങ്ങ് കൂടുതലായിരിക്കും. ഇതിനൊക്കെ പുറമെ ഇതുവരെ ആരും ചർച്ച ചെയ്യാത്ത വേറൊരു വിഷയം കൂടിയുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ എക്സ്പ്ലോസീവ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ അങ്ങേയറ്റം മുമ്പിലാണ്. അപ്പം ആ ഒരു ടെക്നോളജിയും കൂടെ നമ്മുടെ, അതായത് മറ്റാർക്കും ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, അമേരിക്കയോ റഷ്യയോ ചൈനയോ ഒക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ അതിശക്തമായ സ്ഫോടനങ്ങൾ നടത്തി അതിശക്തമായ വിനാശം വിതയ്ക്കാൻ കഴിവുള്ള എക്സ്പ്ലോസീവ്സും നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ളത് ആർക്കും തർക്കമില്ലാത്ത വിധം നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ മുമ്പിൽ കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ചൈനയുടെ ഗ്ലോബൽ മാർക്കറ്റിനെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും ചൈനയുടെ വിമാനങ്ങൾക്കും മിസൈലുകൾക്കുള്ള ഓർഡർ ക്യാൻസൽ ചെയ്ത് തുടങ്ങി. എന്ന് മാത്രമല്ല, ഇപ്പം 6 പേര് ബ്രഹ്മോസിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ച് മുമ്പോട്ട് വന്നിരുന്നത് ഇപ്പൊ പിന്നെ ഒരുപാട് പേര് ബ്രഹ്മോസ് മിസൈലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാം താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നു. ഇപ്പൊ രാജ്നാഥ് സിംഗിന്റെ, നമ്മുടെ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗിന്റെ 2-3 ദിവസം മുമ്പുള്ള ഒരു സ്പീച്ചിൽ കേട്ടായിരുന്നു, നമ്മൾ എത്രയും പെട്ടെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആംസ് എക്സ്പോർട്ടറായിട്ട് മാറാനായിട്ട് 2029 മറ്റാണെന്ന് തോന്നുന്നു അദ്ദേഹം ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഏത് ഇയർ ആണെന്നുള്ളത്. അവിടത്തേക്കുള്ള വലിയൊരു ചുവടുപടിയും കൂടിയാണ് ഈ സത്യം പറഞ്ഞ ഒരു യുദ്ധം ഇന്ത്യക്ക് ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര കൃത്യമായിട്ട് അത്രയധികം നേട്ടമായിട്ടാണ് നമുക്കിത് വന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ നടു ഒടിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. ശരി, ശ്രീ സേനാപതി വേണു, ഇപ്പോൾ കുറെ ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയോട് ചോദിക്കാനുണ്ട് എന്നാണല്ലോ കോൺഗ്രസിന്റെ നിലപാട്. അതിപ്പോൾ ഈ എങ്ങനെയാണ് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായത്, എങ്ങനെ സിംല കരാറിന്റെ ലംഘനം ഉണ്ടായി എന്നൊക്കെയാണല്ലോ കോൺഗ്രസിന്റെ വാദം. പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്
ഏത് രീതിയിലുള്ള പ്രഹരമാണ് പാകിസ്ഥാനിൽ ഇന്ത്യ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതല്ലേ? ഇന്ന് സൈന്യം പുറത്തുവിടുന്ന തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വെറും വീരവാദങ്ങൾ മാത്രമേ വരുന്നുള്ളൂവല്ലോ. പാകിസ്ഥാൻ ആർമി പറയുന്നത് ഇന്ത്യയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ തെളിവുകളൊന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല. ഇവിടെ കൃത്യമായിട്ട് ഇന്ത്യ ഓരോരോ ദിവസവും എന്തൊക്കെയാണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പുറത്തുവിടുകയാണ്. അപ്പോൾ സിംല കരാർ ആണോ ഇപ്പോൾ ചർച്ചയാക്കേണ്ട വിഷയം? അല്ല, ഒരിക്കലും സിംല കരാർ ചർച്ചയാക്കേണ്ട ഒരു സമയമല്ല. സിംല കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടവുമല്ല. ഇവിടെ ഇന്നിപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് അദ്ദേഹം തെളിവുകളുടെയും അതോടൊപ്പം തന്നെ എല്ലാ രേഖകളുടെയും പിൻബലത്തോടു കൂടി നമ്മൾ നടത്തിയിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നിരിക്കുന്നു. രാജ്യത്തെ മുഴുവൻ പൗരന്മാരും അതിൽ എന്താ പറയുക വളരെ ആവേശം കൊള്ളുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണും. നമുക്കൊരു തമാശ തോന്നുന്നത് ഡൽഹിയിൽ ആക്രമണം നടത്തി എന്നുള്ളതാണ് പാകിസ്ഥാന്റെ അവരുടെ ലഫ്റ്റനന്റ് ജനറലിന്റെ സൈനിക PROയുടെ അവകാശമാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഡൽഹിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു ഓലപ്പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾ അറിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പോപ്പുലേറ്റഡ് ആയിട്ടൊരു സ്ഥലം, വാർത്താ മാധ്യമങ്ങൾ ഇത്രയും സജീവമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഡൽഹി പോലെ ഒരു സ്ഥലത്ത് ഇപ്പൊ ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രത്തിൽ അജ്ഞാതമായി വല്ല മിസൈലോ വല്ലതും പതിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് വേണമെങ്കിൽ ഒരു വാദഗതിക്ക് അംഗീകരിക്കാം. പക്ഷെ ഡൽഹി പോലെ ഒരു പട്ടണത്തിൽ ഇവരുടെ മിസൈലുകൾ വീണുവെന്നും അല്ലെങ്കിൽ അവർ ആക്രമണം നടത്തി എന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നത് അവർക്ക് ഉണ്ടായിരിക്കുന്ന ആ കനത്ത ക്ഷതം അതിനെ അവരുടെ ജനങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ഒരു വാദഗതി എന്നത് മാത്രമാണ്. നമ്മൾ ഇപ്പോ യുദ്ധം ആയിട്ടില്ല, നമ്മൾ യുദ്ധം കരസേനയൊന്നും അപ്പുറത്തോട്ട് കടന്നിട്ടില്ല. ഏതായാലും നമ്മൾ നയിച്ച ഈ പ്രക്രിയ, കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളെയൊക്കെ ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് കണ്ടത്. വാസേക്ക് ഗോലിയായ യാസേക്ക് ഗോള ചലേക, അവിടുന്ന് ഒരു വെടിയുണ്ട വന്നാൽ ഇവിടുന്ന് ഒരു പീരങ്കി ഉണ്ട അങ്ങോട്ട് ചെല്ലും. അദ്ദേഹം പറഞ്ഞു പാനി അവർ ഖൂൺ ഏക് സാത്ത് നഹീ പായേഗ, രക്തവും വെള്ളവും ഒരേ രീതിയിൽ ഒഴുകത്തില്ല. ഇതൊക്കെ ഇന്ത്യയിലെ ജനങ്ങളെ ആവേശം കൊള്ളിച്ച കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ മഞ്ജുഷെ ഒരു ചോദ്യം, അത് ചോദിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ആ ചോദ്യം ഇപ്പോൾ ചോദിച്ചു എന്നുള്ളത്, അത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എല്ലാ കാലഘട്ടത്തിലും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നെഹ്റുവിനോട് ചോദിച്ചിട്ടുണ്ട്, അത് ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചിട്ടുണ്ട്, അത് ലാൽ ബഹദൂർ ശാസ്ത്രിയോട് ചോദിച്ചിട്ടുണ്ട്, അത് ഡോക്ടർ മൻമോഹൻ സിംഗിനോട് ചോദിച്ചിട്ടുണ്ട്, അത് വാജ്പേയിയോടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ ആ ചോദ്യം ഉയരും. ഞാൻ വിനീതമായിട്ടൊരു ചോദ്യം, അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട്, ആരുടെ, ഡൊണാൾഡ് ട്രംപിന്റെ 10-ാം തീയതി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പൊ എക്സ് എന്ന് നമ്മൾ പറയുന്നത്, അതിൽ കുറിച്ചിരിക്കുന്നത് ആഫ്റ്റർ എ ലോങ് നൈറ്റ് ഓഫ് ടോക്സ് മീഡിയേറ്റഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഐ ആം പ്ലീസ്ഡ് ടു അനൗൺസ് ദാറ്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് എഗ്രീഡ് ടു എ ഫുൾ ആൻഡ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ. അപ്പൊ എന്റെ ഒരു ചോദ്യം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചോദ്യം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, രണ്ട് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടായ ഒരു ക്ലാഷ്, അതല്ലെങ്കിൽ പരസ്പരം വെടിവെപ്പ്, യുദ്ധം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടൽ തുടരരുത് എന്ന് നമ്മളെല്ലാം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരും പറയുന്നതാണ്. കാരണം എന്താ, ആ യുദ്ധം ഒരു രാജ്യത്തിനും ഒരു നാടിനും ഭൂഷണമല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മഞ്ജുഷ അറിയണം, 1962 ദിസ്പൂർ വരെ ചൈനീസ് പട്ടാളം കടന്നു വന്ന് നെഹ്റുവിന്റെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ല. അവസാനം നെഹ്റു ജോൺ എഫ് കെന്നഡിയെ സമീപിക്കുകയാണ്. ജോൺ എഫ് കെന്നഡിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് F-104 സ്ക്വാഡ്രൺ, ഒരു 12 സ്ക്വാഡ്രൺ വിമാനം ഞങ്ങൾക്ക് സഹായം തരണം. അതുപോലെ തന്നെ അന്നത്തെ ബോംബർ വിമാനമാണ് B-57, ഇത് ഞങ്ങൾക്ക് സഹായിക്കണം. നെഹ്റു പറഞ്ഞത്, ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അന്ന് അമേരിക്കയുമായി നെഹ്റുവിന് വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ അമേരിക്കയുടെ സഹായം തേടി. പക്ഷെ നമ്മൾ അറിയേണ്ടത്, സീസ് ഫയർ പ്രഖ്യാപിച്ചത് ജോൺ എഫ് കെന്നഡി അല്ല, അമേരിക്കയല്ല. സീസ് ഫയർ പ്രഖ്യാപിച്ചത് ചൈനയാ. കാരണം അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാനില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇവിടെ സിംല കരാറിന്റെ ഒരു കണ്ടന്റ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറഞ്ഞേ, അതിന്റെ ഗഹനമായ ഒരു പാഠം എന്താണ്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉള്ളി ബൈലേറ്ററൽ റിലേഷൻ, നമ്മൾ തമ്മിലേ ഉള്ളൂ. പാകിസ്ഥാനും നമ്മളും തമ്മിൽ ചർച്ച ചെയ്യാം, അവിടെ മൂന്നാമതൊരു കക്ഷിയുടെ ചർച്ച ആവശ്യമില്ല. അതുകൊണ്ടാണ് UN-ൽ 8 മണിക്കൂർ നേരം കൃഷ്ണമേനോൻ പാകിസ്ഥാന്റെ ആരോപണത്തെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചത് 1950-കളിൽ. കാരണം ഇത് ഇന്ത്യയുടെ മാത്രം ഒരു പ്രശ്നമാണ്. ഇനി അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, UN നമ്മളോട് അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഹിതപരിശോധനയാണ്.
ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട് മഞ്ജുഷ, അതിന്റെ പേര് പ്ലെബിസൈറ്റ്. എനിക്ക് ഈ പദം അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഡിക്ഷണറി പരത്തിയപ്പോഴാണ് ഈ പ്ലെബിസൈറ്റിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ ഹിതപരിശോധനയാണ്. അപ്പൊ 50-ൽ UN നമ്മളോട് പറഞ്ഞു അവിടെ ഒരു പ്ലെബിസൈറ്റ് നടത്ത്, ഹിതപരിശോധന നടത്ത്. ആ ഹിതപരിശോധന 51-ൽ നമ്മൾ നടത്തി. 51-ൽ ആ ഹിതപരിശോധനയുടെ പരിണിത ഫലമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് അബ്ദുള്ള അവിടെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ അവിടുത്തെ സാരഥ്യം ഏറ്റെടുത്തത്. അപ്പോ അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി അവിടെ ഒരു മൂന്നാമതൊരു കക്ഷിക്ക് കശ്മീർ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാൻ നമ്മൾ ഇന്നോളം അവസരം കൊടുത്തിട്ടില്ല. അത് അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു 1972-ലെ സിംല കരാർ. ആ കരാർ നിൽക്കുമ്പോൾ ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ സീസ് ഫയർ പ്രഖ്യാപിക്കേണ്ടത് വാഷിംഗ്ടണിൽ ഇരുന്നു കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ആണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളിപ്പോ ചോദ്യം ചോദിക്കുകയാണ്. അമേരിക്കയെ പോലെ അല്ല ആരുമായിട്ടും ഒരു മൂന്നാം കക്ഷിയെ ഇടപെടുത്തിയിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള ഇന്ത്യൻ പ്രതികരണങ്ങൾ വരുന്നത്. ഇനി പ്രധാനമന്ത്രി ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ശ്രീ പണിക്കർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഭീകരരും പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ സർക്കാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണല്ലോ ഏറെ ചർച്ചയാവുന്നത്. അതിൽ ഒരിക്കൽ പോലും ഭീകരരുമായി ബന്ധമുണ്ട് എന്ന് പാകിസ്ഥാൻ സമ്മതിക്കുകയില്ല. പക്ഷേ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരർ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ സംസ്കാര ചടങ്ങുകളിൽ പാക് പോലീസും പാക് സൈന്യവും പങ്കെടുത്തു. അതുമാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നോക്കുമ്പോൾ അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത മതപണ്ഡിതൻ അമേരിക്ക തലയ്ക്ക് വിലയിട്ടിട്ടുള്ള ആഗോള ഭീകരൻ ആണെന്നാണ് സയ്യിദ് മുഹമ്മദ് റൌഫ്. അപ്പോൾ അയാളെക്കുറിച്ച് പാക് ആർമി തന്നെ പറയുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ അബ്ദുള്ള റൌഫ് എന്ന്. പക്ഷേ ലോകത്തിനറിയാം ഇയാൾ അമേരിക്ക തേടുന്ന ഭീകരവാദിയാണ് എന്ന്. അപ്പോൾ ഇവർ തമ്മിലുള്ള പാക് സൈന്യവും പാക് ഭീകരരുമായുള്ള സംസാരിക്കുന്ന തെളിവുകളാണല്ലോ പുറത്തു വന്നത്. അത് ഇന്ത്യ ഈ 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിൻ്റെ ഒരു നേട്ടം കൂടിയാണല്ലോ. നിശ്ചയമായും. കാരണം ആദ്യം മുതൽ തന്നെ പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാനിൽ ഭീകരവാദികൾ ഇല്ല എന്ന് മാത്രമല്ല, മറിച്ച് അല്പസമയം മുമ്പ് കണ്ട ദൃശ്യമാണത്. അത് അന്ന് 7-ാം തീയതി വൈകിട്ട് നടന്ന ഈ ഭീകരരുടെ സംസ്കാരത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു. അവിടെ ശവസംസ്കാരത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു. അവിടെയാണ് മതപണ്ഡിതനായി അവിടെ പ്രാർത്ഥന ചൊല്ലിയിരുന്നയാൾ അമേരിക്ക തലയ്ക്ക് വിലയിട്ടിരുന്ന ആഗോള ഭീകരനായ സയ്യിദ് അബ്ദുള്ള റൌഫാണ്. ശരി മഞ്ജുഷ്, ഞാൻ പറഞ്ഞത് പാകിസ്ഥാൻ എല്ലായ്പ്പോഴും അവിടെ ഭീകരവാദികൾ ഇല്ല എന്ന് മാത്രമല്ല, മറിച്ച് പാകിസ്ഥാനും ഭീകരവാദത്തിന്റെ ഒരു ഇരയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലും അവരുടെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പല മന്ത്രിമാരും വിദേശ മാധ്യമങ്ങളിൽ അടക്കം നൽകിയിരിക്കുന്ന അഭിമുഖങ്ങളിൽ, പ്രത്യേകിച്ച് അവിടുത്തെ ഇൻഫർമേഷൻ മിനിസ്റ്ററൊക്കെ തന്നെ പറയുന്നത് പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ ഒരു ഇരയാണ് എന്നാണ്. അപ്പോൾ ദക്ഷിണേഷ്യയിൽ ഏറ്റവും കൂടുതൽ ഭീകരവാദം നേരിടുന്ന ഒരു രാജ്യം എന്നത് ഇന്ത്യ അല്ല, മറിച്ച് അത് പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് അവരെല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുകയും അതിനുശേഷം അവിടെ നിന്ന് നേരെ ഇറങ്ങിപ്പോയി ഇത്തരത്തിലുള്ള ഭീകരവാദികളുടെ ഈ എന്താണ് അവർ പറയുന്നത്, ഈ മരണാനന്തരമുള്ള ചടങ്ങുകളിലൊക്കെ തന്നെ പങ്കെടുക്കുകയും അതിൽ തന്നെ മറ്റു ഭീകരരൊക്കെ തന്നെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതൊക്കെ തന്നെ കണ്ടു നിൽക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നതിന് ചെറിയ തൊലിക്കട്ടി പോരാ. പിന്നെ പാകിസ്ഥാൻ ആയതുകൊണ്ട്, ഈ രാജ്യം പാകിസ്ഥാൻ ആയതുകൊണ്ടും ഇത് സംസാരിക്കുന്നത് പാകിസ്ഥാന്റെ ജനപ്രതിനിധികളാണ് എന്നുള്ളത് കൊണ്ടും നമുക്കതിൽ തെല്ലും ഒരു അസ്വാഭാവികത തോന്നേണ്ടതുമില്ല. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ വെടിനിർത്തൽ എന്ന് പറയുന്നിട്ടുള്ള ഒരു അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായിട്ട് അവരുടെ രാജ്യത്തു നിന്നുള്ള പ്രതിനിധി തന്നെ പറഞ്ഞിട്ടും, സർക്കാരിന്റെ പ്രതിനിധി പറഞ്ഞിട്ടും അവർ ഏകപക്ഷീയമായി നമുക്ക് നേരെ ആക്രമണം തുടരുന്നതിന്റെ സാഹചര്യവും അതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ലോകത്തിന് മുന്നിൽ തന്നെ വ്യക്തമാകുന്ന കുറേ കാര്യങ്ങൾ, ഇന്ത്യ എന്താണോ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞത് ആ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ജസ്റ്റിഫൈഡ് ആവുകയാണ്. കാരണം അന്ന് എവിടെയാണ് ഭീകരവാദത്തിന് തെളിവ്, ഈ പഹൽഗാമിലുള്ള ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് എന്താണ് എന്നാണ് നിങ്ങൾ പറയുന്നത് തുടങ്ങിയ പല കാര്യങ്ങളും പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് ചോദ്യങ്ങളായിട്ട് വന്നിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം തന്നെ ഇന്ത്യക്കുണ്ടായിരുന്ന കൺവിക്ഷൻ എത്രത്തോളം പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് ഓർക്കസ്ട്രേറ്റഡ് ആണ്, ആ രാജ്യം തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ടാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചിരുന്നു. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ പോലും അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലാതെ ലോകത്തിന് മുഴുവൻ മുന്നിൽ വെളിവാകുന്നത് ഈ തീവ്രവാദികളുടെയൊക്കെ തന്നെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം തന്നെയുള്ള പാകിസ്ഥാന്റെ പോലീസിന്റെയും അവരുടെ സൈനികരുടെയും ഒക്കെ പ്രസൻസ് ആണ്. തന്നെയുമല്ല, നമ്മൾ ഒരു തീവ്രവാദത്തിനിരയാണ് എന്ന് പറയുന്ന രാജ്യത്തെ തീവ്രവാദ ക്യാമ്പുകളെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട് അവർ നമ്മുടെ നാട്ടിലെ സിവിലിയൻസിനെയും നമ്മുടെ നാട്ടിലെ എയർബേസുകളെയുമാണ് ടാർഗറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് എന്നത് മറന്നുകൂടാ. എന്ന് വെച്ചാൽ തീവ്രവാദികളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പരിപാടി കൂടി അവരുടെ ഭാഗത്തു നിന്ന് സൈനികമായി ഇന്ത്യയെ നേരിടുക എന്നതിൽ കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ എക്സ്പോസ് ആയി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്,
പാകിസ്ഥാൻ തന്നെ കാണിച്ചിരിക്കുന്ന മറ്റൊരു തീവ്രവാദ പ്രവർത്തനം കൂടി ഈ യുദ്ധസമാനമായ സാഹചര്യത്തിലുണ്ടായി. നമുക്കറിയാം, ഏതെങ്കിലും ഒരു എയർ സ്പേസിൽ ഒരു ഏരിയൽ ഫ്ലൈറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സിവിലിയൻ എയർക്രാഫ്റ്റിന് പറക്കാനായിട്ടുള്ള അനുമതിയില്ല. 1944 ഷിക്കാഗോ കൺവെൻഷനിലെ 3B ക്ലോസ് പ്രകാരം ഒരു പാസഞ്ചർ ഫ്ലൈറ്റിനെയും നമ്മളൊരു കവചമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അത് പാകിസ്ഥാൻ വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതും ഇന്ത്യ വ്യാഖ്യാനിക്കാതെ തന്നെ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ വ്യോമ പരിധിയിൽ കൂടി ഒരു സിവിലിയൻ എയർക്രാഫ്റ്റിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് ഈ ലോകത്തെ ഏതൊരു വ്യക്തിക്കും അറിയാനുള്ള സാങ്കേതികമായിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ സംഘർഷം നടക്കുന്ന സമയത്ത് പോലും ഒരു തീവ്രവാദ പ്രവർത്തനം, അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പരിചയമാക്കി വെച്ചുകൊണ്ട് ഇന്ത്യ അഥവാ ആക്രമിക്കുന്നെങ്കിൽ അവരെ ആക്രമിച്ച് വീഴ്ത്തിക്കോട്ടെ എന്ന് കരുതി ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിന് പോലും യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വവും ഒരുക്കാത്ത രീതിയിലത്തേക്ക് പ്രവർത്തിച്ച അങ്ങേയറ്റം നെറികെട്ട ഒരു റോഗ് നേഷൻ തന്നെയാണവർ എന്ന് അവരിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ മോഹൻ വർഗീസ്, കറാച്ചി, ലാഹോർ, ഇസ്ലാമാബാദ് ഇവിടുത്തെ ദൃശ്യങ്ങളാണ് സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കണ്ടത്. സംയുക്ത സേന പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നൂർഖാൻ വിമാനത്താവളം പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ റഹീം യാർ ഖാൻ വ്യോമത്താവളം രാജസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കറാച്ചിയിലെ വ്യോമത്താവളം, ഇതെല്ലാം ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തു വരികയാണ്. ഒടുവിൽ പാകിസ്ഥാൻ ഗതികെട്ടിട്ട് അമേരിക്കയോട് ആവശ്യപ്പെടുകയല്ലായിരുന്നു? അങ്ങനെയല്ലേ നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയുകയുള്ളൂ? ശ്രീ മഞ്ജുഷ്, ആ രീതിയിലാണ് ഇപ്പോഴത്തെ നിഗമനങ്ങൾ. കാരണം പാകിസ്ഥാന്റെ കണ്ണായ 3 സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. കറാച്ചി പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരം. ഭാരതത്തിന് മുംബൈ എങ്ങനെയാണോ അതുപോലെയാണ് പാകിസ്ഥാൻ സിന്ധിൻ്റെ തലസ്ഥാനമായ കറാച്ചി അറബിക്കടലിലെ പ്രധാനപ്പെട്ട പാകിസ്ഥാൻ തുറമുഖം. അതുപോലെ ഇസ്ലാമാബാദ് തലസ്ഥാനമാണ്. തലസ്ഥാനം ആക്രമണ വിധേയമായതൊരു വലിയ സൂചനയാണ്. ഇസ്ലാമാബാദിനടുത്തുള്ള റാവൽപിണ്ടിയിലാണ് സൈന്യത്തിൻ്റെ താവളം. പ്രധാനപ്പെട്ട ഈ പെർപെച്വേറ്റേഴ്സ് ഓഫ് ടെറർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൈന്യമാണ്. സൈന്യത്തിൻ്റെ താവളത്തിനടുത്ത് സ്ഫോടനമുണ്ടായി, ആക്രമണമുണ്ടായി, എയർഫീൽഡുകൾ നശിപ്പിക്കപ്പെട്ടു റാവൽപിണ്ടിയിൽ. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നഗരമായ പഞ്ചാബിൻ്റെ അഭിമാനമായ ഈ ലാഹോർ നഗരവും ആക്രമണ വിധേയമായിരിക്കുന്നു. അത്രയുമായപ്പോൾ, മാത്രമല്ല നേരത്തെ ഇവിടെ ബ്രഹ്മോസിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ച് പറഞ്ഞു. ബ്രഹ്മോസ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ സ്ഥിരീകരണം വളരെ വൈകി ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ അതിന് പ്രതിരോധമില്ല എന്ന പാകിസ്ഥാൻ്റെ ഒരു തിരിച്ചറിവ്. പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമ്പേ പാളി. അതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി ഒരു ഹോട്ട് ആൻഡ് ബ്ലോയിറ്റ് കോൾഡ്, അപ്പം ഒന്ന് എസ്കലേറ്റ് ചെയ്ത് പിന്നെ അതിനെ ഒന്ന് തണുപ്പിച്ച് അതിനൊരു എക്സിറ്റ് പോയിന്റ് പാകിസ്ഥാൻ ആവശ്യമായി വന്നു. അത് പാകിസ്ഥാൻ അമേരിക്കയോട് ആവശ്യം പറയുകയായിരിക്കണം ചെയ്തത്. അത് അമേരിക്ക ഒരു സാധ്യതയായി കണ്ടു. ഒരു നയതന്ത്ര തലത്തിൽ പ്രസക്തിയുണ്ട്, തങ്ങൾക്കിപ്പോഴും ലോകത്ത് പ്രസക്തിയുണ്ട്, തങ്ങൾ ലോക പോലീസായിരുന്നു ഒരു കാലത്ത്, ഇപ്പോൾ പല്ലും നഖവും കൊടിഞ്ഞിരിക്കുന്നു എന്ന് ലോകം പറയരുത്. ലോകത്തെവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും തങ്ങളുടെ ഒരു കണ്ണ് അവിടെ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് സ്വല്പം വമ്പ് പറയുന്ന ആളാണ്. ഈ കോൺഫ്ലിക്റ്റ് മാനേജർ എന്ന നിലയിൽ അദ്ദേഹത്തിന് പേരെടുക്കണം. എല്ലാം ഡീലിലൂടെ പരിഹരിച്ചു കളയാം. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വാക്കാണ് ഡീൽ. സാമ്പത്തിക കാര്യങ്ങളിലാകട്ടെ, ട്രേഡാകട്ടെ, ഈവൻ യുദ്ധമാകട്ടെ, ഡീലിലൂടെ പരിഹരിക്കാം. അങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കിയതിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ട്. ഒരുപക്ഷെ സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രിയെ പാകിസ്ഥാനിലേക്കും വിദേശകാര്യ ഉപമന്ത്രി ഇന്ത്യയിലേക്കും അയച്ചതിന് പിന്നിൽ താനാണ് എന്ന് വ്യംഗ്യമായി പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ ഉണ്ടായ സാഹചര്യം പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിക്കുന്നു. ഇന്ത്യ അത് സൈനിക തലത്തിൽ, DGMO തലത്തിൽ അങ്ങനെ ഉണ്ടായി വന്ന എൻജിനീയർഡ് ആൻഡ് ബ്രോക്കേർഡ് പീസ് പ്രോസസ്, ബ്രോക്കേർഡ് സീസ് ഫയർ, ഇത് അമേരിക്കയുടെ ക്ലെയിമാണ്. ഈ ക്ലെയിമാണ് വെളിയിൽ വന്നത്. അതിൻ്റെ ടൈമിംഗ്, ക്രോണോളജി നോക്കിയാൽ യഥാർത്ഥത്തിൽ ആ ദിവസം 5 മണിക്ക് വെടിനിർത്തൽ നിലവിൽ വന്നതാണ്. 6 മണിയായപ്പോൾ ഇന്ത്യ അതിന് സ്ഥിരീകരണവും നൽകി. പക്ഷേ 5 മണിക്കും 6 മണിക്കും ഇടയിലുള്ള ആ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ 2 പേർ, ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും 2 വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോയും
നടത്തിയ ഈ ട്വീറ്റുകൾ അതാണ് ആശയക്കുഴപ്പമെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ടൈമിന് ഇനി ട്രംപ് അല്ല മറ്റൊരാളായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ കുറച്ചുകൂടി പക്വമായി കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക്കായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു. ഇതിൻ്റെ ക്രെഡിറ്റ് ഏതെങ്കിലും രീതിയിൽ അമേരിക്ക ഇതിനകത്ത് ഇൻഡയറക്ട്ലി ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് ആത്യന്തികമായി നയതന്ത്രത്തിൽ കിട്ടും. കാരണം വേൾഡ് ഈസ് വാച്ചിങ് അല്ലേ. അതൊന്നും ആ രീതിയിൽ രഹസ്യമൊന്നുമല്ല. പക്ഷേ ഒരു പബ്ലിക് സ്പേസിലേക്ക് അത് അമേരിക്ക കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയാണത് പ്രഖ്യാപിക്കേണ്ടത്. വെടിനിർത്തൽ ഇന്ത്യയും പാകിസ്ഥാനും സംയുക്തമായോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യമോ പ്രഖ്യാപിക്കേണ്ടതാണ്. അതാണ് ഉഭയകക്ഷി സ്പിരിറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് പ്രതിപക്ഷത്തിനൊരു സ്പേസ് ഇപ്പോൾ കിട്ടുന്നത്. ഒരു ചെറിയ ഫുട് ഹോൾഡ് കിട്ടുകയാണ്. യഥാർത്ഥത്തിൽ സിംല എഗ്രിമെൻറ്റിൻ്റെ സ്പിരിറ്റ് എന്താണ്? തർക്കങ്ങൾ ബൈലാറ്ററലായി പരിഹരിക്കണം. തർക്കമെന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടാം ലെവൽ അമേരിക്കയുടെ ഭാഗത്തുണ്ടായ ഒരു പ്രതികരണം കൂടെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. 24 മണിക്കൂറിനുള്ളിൽ ട്രംപ് വീണ്ടും ട്വീറ്റ് ചെയ്യുകയാണ്, കാശ്മീർ വിഷയം ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് അമേരിക്കയുടെ സഹായം ആവശ്യമെങ്കിൽ അത് നൽകാൻ സന്നദ്ധമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥമെന്താ? കാശ്മീർ ഒരു തർക്ക വിഷയമല്ല. ഇന്ത്യയുടെ ഔപചാരിക നിലപാട് ശ്രീ മഞ്ജുഷ്, കാശ്മീർ ഈസ് നോട്ട് എ ബോൺ ഓഫ് കണ്ടൻഷൻ. കാശ്മീർ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സ്വതന്ത്ര പരമാധികാര ഭൂപ്രദേശത്തിൽ പെടുന്നതാണ് കാശ്മീർ. അവിടെ തർക്കമെന്ന് പറയുന്നത് പാകിസ്ഥാൻ അതിൻ്റെ ഒരു ഭാഗം കൈവശപ്പെടുത്തി. വേണമെങ്കിൽ ചർച്ചയാകാം പാക് അധിനിവേശ കാശ്മീരിൻ്റെ ഭാവിയെക്കുറിച്ച്, ജിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയുടെ ഭാവിയെക്കുറിച്ച് വേണമെങ്കിൽ ചർച്ചയാകാം. പാകിസ്ഥാൻ ഭീകരരെ സഹായിക്കുന്നതിനെക്കുറിച്ച് ചർച്ചയാകാം. അതിർത്തി കടന്നു വരുന്ന ഭീകരതയെക്കുറിച്ച് ചർച്ചയാകാം. എന്നാൽ കാശ്മീരിനെക്കുറിച്ച്, അതിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ചർച്ചയില്ല. ഇതറിയാവുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ്. എന്നിട്ടും എന്തുകൊണ്ട് കാശ്മീർ വിഷയത്തെക്കുറിച്ച് അമേരിക്ക പ്രതികരണം നടത്തി? തങ്ങൾ സന്നദ്ധമാണ്. അതിനർത്ഥം ഇന്ത്യയുടെ ക്ഷമയെ പരീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന രാജ്യത്തോടായ അഭിസംബോധനയിൽ ഈ ഒരു പുകമറ അല്ലെങ്കിൽ സംശയത്തിൻ്റെ കാർമേഘം കുറച്ചൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രധാനമന്ത്രി എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് കാത്തിരിക്കാം. ശ്രീ രഘുനാഥ് നായർ, ഇപ്പോൾ ഈ കറാച്ചിയിൽ ഇന്ത്യൻ സേന നടത്തിയ ആക്രമണങ്ങൾ, അത് 2 സ്ഥലങ്ങളാണ് അവിടെ ഇന്ത്യക്ക് വിജയകരമായിട്ട് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞത്. ഒന്ന് പോലാരി ഹാങ്ങർ സൈറ്റാണ്, പിന്നെയുള്ളത് മാലിർകാൻഡ് കറാച്ചി, അത് എയർ ഡിഫൻസ് സൈറ്റാണ്. ഇത് രണ്ടും തന്ത്രപ്രധാനമായ മേഖലകളാണല്ലോ. പാകിസ്ഥാൻ ഇപ്പോഴും മറച്ചുവെക്കുകയാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ ദൃശ്യങ്ങൾ ഇന്ത്യൻ സേന പുറത്തു വിട്ടു കഴിഞ്ഞു. ഇത് പാകിസ്ഥാന് കനത്ത ഒരു തിരിച്ചടിയായി മാറുകയല്ലായിരുന്നു? ശ്രീ മഞ്ജുഷ, അത് വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയായിരുന്നു ഇന്ത്യൻ മിലിറ്ററി അവിടെ ആക്ട് ചെയ്തത്. നമുക്കറിയാം, റഷ്യ യുക്രൈൻ വാറിനെ നമ്മളൊന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ ആദ്യ ഘട്ടത്തിൽ തന്നെ അവരുടെ പാറ്റൻ ടാങ്ക് എല്ലാം കൂടി യുക്രൈനിലേക്ക് തള്ളിക്കയറ്റി തിരിച്ചടി വാങ്ങുക ചെയ്തത്. ഇപ്പോഴും തീർന്നിട്ടില്ല, 3 വർഷം കഴിഞ്ഞു. ഇസ്രായേൽ ആണെങ്കിൽ കുറച്ചും കൂടെ സ്ട്രാറ്റജിക് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ അത് വേറൊരു തരം വാറായിരുന്നു പല ഭാഗത്തു നിന്ന്. എനിവേ, നമ്മളത് പിന്നെ ഒരുപാട് റോക്കറ്റ്സും മിസൈൽസും എല്ലാം ഒരേ സമയത്ത് അകത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇസ്രായേലിന് അതിൽ കുറച്ച് കഴിച്ചു പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള അറ്റാക്കല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ തീവ്രവാദ ക്യാമ്പുകളെ ഇല്ലാതെയാക്കുക. അപ്പോൾ പാകിസ്ഥാൻ ആർമിയുമായിട്ട് നമുക്ക് പ്രശ്നമില്ല, പാകിസ്ഥാനിലെ സിവിലിയൻസുമായിട്ട് നമുക്ക് പ്രശ്നമില്ല. പാകിസ്ഥാനും വേൾഡ് ഓവർ ഉള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരു മെസ്സേജ് കൊടുത്തു, ഞങ്ങൾക്ക് പ്രിസിഷൻ സ്ട്രൈക്കിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ രാജ്യമാണ്, ന്യൂക്ലിയർ പവർ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ കയറി ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് കഴിവുണ്ട്. അതായത് നമ്മൾ 2019 ബാലക്കോട്ട് ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്താനുള്ള ശ്രമമൊക്കെ നടത്തി ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടതാണ്. അപ്പം നമുക്കും അറിയാം പാകിസ്ഥാനെ മോഹൻ രക്ഷിക്കാൻ വേണ്ടി കൗണ്ടർ അറ്റാക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത്. എന്നാലും ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾ എന്തിന് തയ്യാറാണ്. ഒരു ശക്തമായ മെസ്സേജ് ആയിരുന്നു അത്. അപ്പൊ ഇത്രയും ശക്തമായ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഒരു പക്ഷം മിണ്ടാതിരിക്കാം, പക്ഷെ മുഖം രക്ഷിക്കാൻ വേണ്ടി പ്രത്യാക്രമണം നടത്തുക, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു വേള പാക് സൈനിക തലവനായ അസീം മുനീറിന് ബംഗറിലേക്ക് മാറേണ്ടി വന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പൊ അത് അദ്ദേഹം മാത്രമല്ല, ഇടയ്ക്ക് പ്രധാനമന്ത്രിയെ കാണുന്നില്ല എന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. സ്റ്റേജ് നമ്പർ 2 എന്ന് പറയുമ്പോൾ ഇതൊരു 3 ദിവസത്തെ ഓപ്പറേഷൻ ആണല്ലോ. നമ്മൾ ചെയ്തത് മുഴുവൻ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്കാണ്. കാരണം അവർ റിട്ടാലിയേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ആക്രമണങ്ങളെ അവരറിയാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് അവരുടെ കംപ്ലീറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, എയർ ഡിഫൻസ് സിസ്റ്റംസ് നമ്മളെ തകർക്കുകയുണ്ടായി, റഡാർ സംവിധാനങ്ങൾ മുഴുവനായിട്ട് പൂർണ്ണമായിട്ടും തകർക്കുകയുണ്ടായി. അങ്ങനെയാണ് 2ാമത്തെ ദിവസം നമ്മൾ സമ്പൂർണ്ണമായ അവരുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ പൂർണ്ണമായിട്ടും താറുമാറാക്കുന്നത്. അപ്പോഴും നമ്മൾ ചെയ്തത് ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്കാണ്, ഒരു വാറല്ല, ഒരു ആക്രമണമല്ല.
അപ്പോൾ അതിന് പാകിസ്ഥാൻ ധാരാളമായിട്ട് ഡ്രോണുകളും ഒക്കെ വിട്ട് 400 ഡ്രോണുകൾ വരെ വിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മുടെ ഒരു എയർ ഷീൽഡ് എന്ന് പറയുന്നത്, വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് 4 തല സംവിധാനം എന്ന് പറയുന്നു, പക്ഷേ അതിനെ 5 തല സംവിധാനം എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഒരു 5-8 തല സംവിധാനങ്ങൾ നമ്മൾക്കുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ടെക്നിക്കലി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. സമയമുണ്ടെങ്കിൽ ഞാനത് പറയാം എങ്ങനെയാണെന്നുള്ളത് പിന്നീട്. മൂന്നാമത്തെ ദിവസം അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും പാകിസ്ഥാന്റെ ഇന്റൻഷൻ നമുക്ക് മനസ്സിലായി. മൂന്നാമത്തെ ദിവസം രാവിലെ പാകിസ്ഥാൻ ഇവിടുന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ കൊടുത്തുവിടാൻ തുടങ്ങി, ഡൽഹിയെ ലക്ഷ്യമിട്ടിട്ട്. ഇതിനെ നമ്മൾ സിർസയിൽ വെച്ചിട്ട് അടിച്ചിടുകയുണ്ടായി. അപ്പോൾ 2 ബാലിസ്റ്റിക് മിസൈലോളം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തൊടുക്കുകയുണ്ടായി. പിന്നെ വിമാനം കൊണ്ടുള്ള ആക്രമണത്തിനുള്ള സജ്ജീകരണം. അപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് പാകിസ്ഥാൻ പോകുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു പീരീഡിലേക്ക് ഒരുപക്ഷെ അമേരിക്ക പാകിസ്ഥാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കാനായിട്ട് തയ്യാറാവുന്നു. കാരണം അവരുടെ ഈ ന്യൂക്ലിയർ കമ്മിറ്റി എല്ലാം വിളിച്ചു കൂട്ടി അവർ ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു എന്നവരെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ ആക്രമണം. അപ്പോൾ അവിടെ വലിയൊരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് തന്നെയാണ്. അവിടെ നമുക്ക് അവരുടെ വ്യോമ സംവിധാനങ്ങളെയും ന്യൂക്ലിയർ സംവിധാനങ്ങളെയും അതായത് ന്യൂക്ലിയർ ഫയർ ചെയ്യാനുള്ള സംവിധാനങ്ങളെയും എല്ലാം താറുമാറാക്കേണ്ടി വന്നു. അവരുടെ അത് തന്നെയല്ല, മറ്റൊരു വിമാനം ഇനി അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യരുത്. പിന്നെ നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ അവർ ഈ സിവിലിയൻ വിമാനങ്ങളെ മറയാക്കിയിട്ട് ആക്രമണങ്ങൾ നടത്തുന്ന നിഷ്ഠുരമായ ഒരു പരിപാടി ചെയ്തു. അപ്പോൾ ഇനി വിമാനങ്ങൾ ഒന്നും ടേക്ക് ഓഫ് ചെയ്യേണ്ട, ലാൻഡ് ചെയ്യേണ്ട, എയർ സ്ട്രിപ്പ് കംപ്ലീറ്റ് നശിപ്പിക്കുക, അങ്ങനെയാണെന്ന് 11 ആക്രമണം നടത്തുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോഴും റൂമേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അവരുടെ ന്യൂക്ലിയർ സ്റ്റോറേജ് ഫെസിലിറ്റികളെല്ലാം ആക്രമിച്ചു എന്നുള്ളതിന് ഇപ്പം പക്ഷെ അതിനൊരു കൺഫർമേഷൻ ഇല്ലല്ലോ. അത് ഇന്ത്യൻ സേനയും അത് സമ്മതിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. വാഷിംഗ്ടൺ പോസ്റ്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ സേന ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സമ്മതിക്കില്ല. കാരണം ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണ്. അപ്പൊ എന്തായിക്കട്ടെ, അതിപ്പം നമ്മൾ ആക്രമണം ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഇന്ന് ഉച്ചക്കത്തെ വാർത്താ സമ്മേളനത്തിലും പത്രക്കാരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് അങ്ങനെ ഉണ്ടായോ, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞതെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വളരെ ശക്തമായ ഞാനീ പറഞ്ഞാണ് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ കപ്പാസിറ്റി. അതായത് എല്ലാവരും ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ചൈന അതിഭയങ്കരമായ ഡെവലപ്മെന്റ് നടത്തുന്നു. ചൈന 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ, 7ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്നു. PL-15 എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ്. കൊട്ടിഘോഷിക്കപ്പെട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫൻസ് ടെക്നോളജി അറിയാമായിട്ട് പോലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയില്ല. കാരണം ചൈനയുടെ എക്യുപ്മെന്റ് സ്വന്തം ബാറ്റിൽ പ്രൂവ് അല്ല, ഇതുവരെ ഒരു ബാറ്റിലും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാമെന്നല്ലാതെ ചൈനീസ് ടെക്നോളജി എന്താണ്, ഇതിന്റെ ആക്യുറസി എന്താണെന്ന് നമുക്കറിയില്ലായിരുന്നു. ഈ വാർ വന്നതോടുകൂടി ചൈനയുടെ മിസൈൽ ടെക്നോളജിയും എയർക്രാഫ്റ്റ് ടെക്നോളജിയും തുർക്കിയുടെ ഡ്രോൺ ടെക്നോളജിയും എല്ലാം എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഈ പറഞ്ഞ മൾട്ടി ലെയർ എയർ ഡിഫൻസ് സംവിധാനങ്ങളും അതുപോലെ തന്നെ പിൻ പോയിന്റ് ആയിട്ട് ആക്രമിക്കാനുള്ള കേപ്പബിലിറ്റി. അപ്പോൾ അതിനകത്ത് നമ്മുടെ രുദ്ര മിസൈൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഡിഫൻസ് പുറത്തു വിട്ടിട്ടില്ല. രുദ്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലത് എന്ന് വിശേഷിപ്പിക്കുന്ന ടെക്നിക്കലി ആന്റി റേഡിയേഷൻ മിസൈലാണ്. ഇതിങ്ങനെ പറന്ന് നടന്ന് എവിടെന്നെങ്കിലുമൊക്കെ റഡാറിന്റെ റേഡിയേഷൻ വരുന്നുണ്ടോ തപ്പി നടന്നിട്ട് എവിടെ റേഡിയേഷൻ വരുന്നോ, റഡാറിന്റെ ആയാലും കമ്മ്യൂണിക്കേഷൻ റേഡിയേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ എവിടെ കാണുന്നോ നേരെ അവിടെ പോയി ആക്രമിക്കുക എന്നുള്ളതാണ്. ഇതിനെ കൗണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് ഏകദേശം ഇമ്പോസിബിൾ ആണ്. ഒരു പക്ഷേ നമ്മൾ ഈ ഒരു കാര്യത്തിൽ 100% പോസിബിൾ ആണ് അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആണെന്ന് ടെക്നോളജിയുടെ കാര്യത്തിൽ പറയാൻ പാടില്ല. നമുക്കൊരു 99% വരെ നമുക്ക് പറയാം. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ എക്യുപ്മെന്റ്സ് ഉണ്ട്, ഇസ്രായേലിന്റെ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇതിലൊക്കെ കൂടാതെ നമ്മൾ ധാരാളമായിട്ട് ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സും ഉണ്ട്. ആക്യുറസി 98-99% വരെ നമുക്ക് ആക്യുറസി ഉണ്ട് എന്നുള്ളത് ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തു. S-400 ധാരാളമായിട്ട് എല്ലാവരും പറഞ്ഞു അത് യുക്രൈൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു. അപ്പോൾ അതിന് കാരണങ്ങളായിട്ട് പറയുന്ന അമേരിക്ക S-400 ബ്ലൈൻഡ് സ്പോട്ട് കണ്ടുപിടിച്ച് ഉക്രൈന് നൽകി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഫലപ്രദമായിട്ട് ഇതിനെ നമ്മൾ ഉപയോഗിച്ചു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധാനങ്ങൾ നമുക്ക് S-400 ഉണ്ട്, അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം വളരെ ശക്തമുണ്ട്. അതിനെക്കുറിച്ച് ഇതുവരെ ആരും ഡിസ്കസ് ചെയ്ത് കണ്ടില്ല. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല, ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. അവിടെ തന്നെ എക്സോ അറ്റ്മോസ്ഫിയറിക്, എൻഡോ അറ്റ്മോസ്ഫിയറിക് 2 രീതിയിലുമുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ ഡിഫെൻഡ് ചെയ്യാനുള്ള പൃഥ്വി മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റം നമുക്കുണ്ട്. അതുകൂടാതെ S-400 കൂടാതെ നമുക്ക് ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു, ഓൾറെഡി മാധ്യമങ്ങളിലൊക്കെ പലയിടത്തും റെഫർ ചെയ്യുണ്ടായി. ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം അത് വളരെ ആക്യുറേറ്റ് ആണ്. ഒരു പക്ഷേ ആ ഒരു സ്റ്റേജിൽ 4 ടാർഗറ്റിനെ ഒരേ സമയത്ത് ആക്രമിച്ച് നശിപ്പിക്കാൻ കഴിയുമെന്ന് ഇന്ത്യ പ്രൂവ് ചെയ്തപ്പെട്ട സ്റ്റേജിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അന്തം വിട്ടുപോയി. കാരണം ഇപ്പോഴും പലർക്കും അസാധ്യമായ ഒരു ടെക്നോളജി ആണ് അത്.
അത് കൂടാതെ നമ്മുടെ ബാരക്കൈറ്റ്, അത് ഇസ്രായേൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു. ഇസ്രായേലും ഇന്ത്യയും കൂടെ സംയുക്തമായിട്ട് നിർമ്മിക്കുന്നതാണ്. പിന്നെ അതിന്റെ പുറമെ അതിലും അടുത്ത ലെവലിലേക്ക്, അതായത് ഏറ്റവും ഡിസ്റ്റൻസ് കൂടിയ ആക്രമണം നടത്തുന്നത് S-400 ആണ്. 400 കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെ അതിനെ ആക്രമിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 കിലോമീറ്റർ ഉയരത്തിൽ എക്സോ അറ്റ്മോസ്ഫിയറിക് അറ്റാക്ക് നടത്തിയിട്ട് ബാലിസ്റ്റിക് മിസൈൽ അന്തരീക്ഷത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും. പിന്നെ റേഞ്ച് കുറഞ്ഞിട്ട് ആകാശ് വരുന്നുണ്ട്, പിന്നെ ബാരക്കൈറ്റ് വരുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഇസ്രായേലിൻ്റെതായിട്ടുള്ള സ്പൈഡർ മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വളരെ ഫലപ്രദമായിട്ട്. ഇതും പോരാഞ്ഞിട്ട് നമ്മൾ അടുത്ത കാലത്ത്, സമീപകാലത്ത് ഒരു 6 മാസമായി കാണുമായിരിക്കും, വിഷോറാട്സ് എന്ന് പറയുന്നത്, അതായത് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഷോൾഡറിൽ വെച്ച് ഫയർ ചെയ്യുന്ന മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട്. റഷ്യയുടെ ഈഗ്ല മിസൈലുകൾ നമ്മളിപ്പോൾ ധാരാളം ഇപ്പം തന്നെ ഈ ഒരു പ്രശ്നം തുടങ്ങിയതിന് ശേഷം നമ്മൾ മേടിച്ചു. അതുകൂടാതെ ബോഫോഴ്സിന്റെ L-70 എന്ന് പറയുന്ന ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം, അത് ബേസിക്കലി L-70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രോണുകൾക്കെതിരെയുള്ള ഒരു ആന്റി ഡ്രോൺ ഗണ്ണുകളാണ്. അപ്പൊ സാധാരണ നമ്മൾ പണ്ട കാലത്ത് പറയുന്ന പോലെ വെറും ഗണ്ണുകളല്ല, ഇത് റഡാർ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഗൈഡൻസ് സിസ്റ്റം ഉള്ള ഏറ്റവും അധികം ആക്യുറസി ഉള്ള, ഒരു മിനിറ്റിൽ 240 റൗണ്ടുകൾ വരെ ഫയർ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഗണ്ണുകളാണ്. അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ QRSAM, ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽസ്, ഇങ്ങനെ അനേകം സംവിധാനങ്ങൾ, ഇതിനെല്ലാം കടന്നിട്ട് വേണം ഇവന്റെ ഒരു സംവിധാനത്തിന് ഭൂമിയിൽ വന്ന് പതിക്കാനായിട്ട്. ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉള്ള രാജ്യം ഏതാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭീമമായ ഡിഫൻസ് ബഡ്ജറ്റ് ഇനിയും വർദ്ധിപ്പിക്കണമെന്നാണ് പറയുന്നത്. കാരണം നമുക്കൊരു 3 to 4% എങ്കിലും ഡിഫൻസ് ബഡ്ജറ്റ് നമ്മൾ വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫൻസ് ടെക്നോളജിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം പോകും. ഇനി അതൊരു പാഴ്ചെലവല്ല, നോ മോർ ഇറ്റ് ഇസ് എന്താ പറയുക ബാഡ് എക്സ്പെൻസ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആയുധങ്ങളുടെ കയറ്റുമതിയിലൂടെ ഇതിന്റെ പൈസ നമുക്ക് ധാരാളമായിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 6 രാജ്യങ്ങൾ ഓൾറെഡി ബ്രഹ്മോസിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അതുപോലെയുള്ള മറ്റുള്ള ഡിഫൻസ് എക്യുപ്മെന്റ്സ്, ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ഓൾറെഡി എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം നല്ല വിലയ്ക്ക് നമുക്ക് ഇന്ത്യയുടെ സിസ്റ്റംസ് ചൈനയുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയാണ്. ചൈന ക്വാണ്ടിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ക്വാളിറ്റിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ന് ഇന്ത്യ ഇപ്പൊ സത്യം പറഞ്ഞ ഇത് പാകിസ്ഥാന് മാത്രമല്ല ചൈനയ്ക്ക് വളരെ ശക്തമായ ഒരു മെസ്സേജാണ്. ചൈന പല കാര്യത്തിലും നമ്മളെക്കാൾ ഒരുപാട് മുമ്പിലാണെന്നുള്ള ഒരു വസ്തുത നിഷേധിക്കാതെ തന്നെ പറയുന്നു, ക്വാളിറ്റി വൈസ് ഇന്ത്യ ഈസ് അറ്റ് ദ ടോപ്പ്. ശരിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യം കാണാതെ പോയപ്പോൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അജയ്യമായി തുടരുന്നത്. ശ്രീ സേനാപതി വേണു, ഇപ്പോൾ ഇതിനു മുൻപ് ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് മുൻപ് കോൺഗ്രസിന്റെ ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു രാജ്യത്തോടൊപ്പം നിൽക്കുക എന്ന രീതിയിൽ നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങി. പക്ഷേ ഇപ്പോഴാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള താല്പര്യം നിങ്ങൾ കാട്ടി തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രി പാർലമെന്റ് സമ്മേളനം വിളിക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ ഒരു നിലപാട് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടല്ലോ, പാർലമെന്റിൽ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന്. ചോദ്യങ്ങൾ ഇനിയും വരും മഞ്ജുഷേ. ഒന്ന്, ഒരു BSFന്റെ സാധു ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ്. അയാളുടെ സ്ഥിതി എന്താണ് എന്നുള്ളതൊന്നും നമ്മളൊരു സീസ് ഫയർ പ്രഖ്യാപിക്കുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച വേണ്ടേ? 26 നമ്മുടെ സഹോദരന്മാരെ കശാപ്പ് ചെയ്ത ഭീകരന്മാർ അവരിപ്പോഴും കാണാൻ പറയത്താ. നമ്മൾ അവരുടെ കേന്ദ്രം ആക്രമിച്ചു, അവരുടെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തവരെയൊക്കെ നമ്മൾ കശാപ്പ് ചെയ്തു, അതൊക്കെ ശരിയാണ്. പക്ഷേ യവന്മാരെങ്ങോട്ട് പോയിരിക്കുന്നു? ഇവര് രാജ്യം വിട്ടോ, രാജ്യത്തിനകത്തുണ്ടോ, അതോ അവർക്കിപ്പോഴും ഷീൽഡ് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇവ കാര്യങ്ങൾ കാരണം ഏപ്രിൽ 22-ന് ശേഷം ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് 12-ാം തീയതിയാണ്. അപ്പോൾ ദിവസങ്ങൾ എത്രയായി? അപ്പോൾ ഈ ചോദ്യം അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് മറുപടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് പാർലമെന്റിൽ പറയും. 8 മണിക്ക് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം പ്രതിപക്ഷത്തിന്റെ ഒരു കർത്തവ്യം, രാജ്യം ഒരു പ്രതിസന്ധിയിൽ നിന്നപ്പോൾ ഞങ്ങൾ ഗവൺമെന്റിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നു. പക്ഷേ നമ്മളിപ്പോൾ സീസ് ഫയർ ഏതാണ്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ സീസ് ഫയർ കഴിയുമ്പോൾ ഈ പാകിസ്ഥാൻ പോലെയുള്ള രാഷ്ട്രങ്ങൾ ഇത് തുടരും. കാരണം പണ്ട് ജപ്പാനിൽ 2ാം ലോകമഹായുദ്ധത്തിന്റെ ഒരു ചരിത്രമുണ്ട്. ആഗസ്റ്റ് 6-നും 9-നുമാണ് ഹിരോഷിമയിലും നാഗാസാക്കിയിലും ബോംബ് വീണ് ജപ്പാൻ സീസ് ഫയർ പ്രഖ്യാപിച്ചു. അവിടെ അന്ന് രാജാവാണല്ലോ.
യുദ്ധവിരാമൻ. പക്ഷേ ജപ്പാനിലെ ഒരു 1/3 സൈന്യം ഇത് അംഗീകരിച്ചില്ല. അവർ സൂയിസൈഡ് സ്ക്വാഡായി മാറിക്കൊണ്ട് കിട്ടാവുന്ന വിമാനങ്ങളും ഇതുപോലുള്ള മിസൈലുകളും ഒക്കെ ആയി പിന്നെയും ആക്രമണം തുടർന്നു എന്ന ഒരു ചരിത്രം അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പരാജയപ്പെട്ടു പോയ ഒരു സൈനികര് അവര് നമ്മൾ സീസർ പ്രഖ്യാപിച്ചിട്ടും അതിർത്തിയിൽ നിന്ന് ഇപ്പോഴും ഈ ഫയറിംഗ് ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുക. അത് ഏതായാലും ഇന്നോടെ കൂടി അല്ലെങ്കിൽ നാളെ കൊണ്ട് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോ സീസ് ഫയർ വന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ അത് വളരെ സൗമ്യമായ രീതിയിൽ നമ്മൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനുള്ള ബാധ്യത രാജ്യം ഭരിക്കുന്നവർക്കുണ്ട്. അവരത് ചെയ്തേ മതിയാവുള്ളൂ. ഒരു ചോദ്യം കൂടി നമ്മൾ വീണ്ടും ചോദിക്കുന്നു. നമ്മൾ എന്താ പറഞ്ഞേ, അങ്ങോട്ടുള്ള ആക്രമണം, അവരുടെ ഭീകര ക്യാമ്പുകൾ 9 or 11 ആണ് തകർത്തിരിക്കുന്നത്. മൊത്തം 26 or 25 എന്ന് പറഞ്ഞു. അതുകൂടി തകർക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ടായിരുന്നു. ആ അവസരത്തെ എന്തുകൊണ്ട് നമ്മൾ വിനിയോഗിച്ചില്ല എന്നൊരു ചോദ്യം ഇവിടെ വരുന്നു. കാരണം ഇനി ഒരിക്കലും പാകിസ്ഥാന്റെ മണ്ണ് ഭീകരതയ്ക്ക് വളമാകരുത്. പാകിസ്ഥാന്റെ എന്താ പറഞ്ഞ വിദേശകാര്യമന്ത്രി എന്താ പറഞ്ഞ ഖ്വാജ ആസിഫ് ഒക്കെ പ്രസംഗിക്കുന്നത് ഞങ്ങളാണ് ലോകത്തിൽ ഏറ്റവും അധികം തീവ്രവാദങ്ങൾക്കും ഭീകരവാദങ്ങൾക്കും ഇരയായിട്ടുള്ള ആളുകൾ. ഞങ്ങളുടെ സ്കൂളിൽ ബോംബ് പൊട്ടി, അവിടെ ബോംബ് പൊട്ടി, ഇവിടെ ബോംബ് പൊട്ടി, ഞങ്ങളുടെ ട്രെയിൻ നശിപ്പിക്കും. ഇതെല്ലാം ഇവർ വളർത്തിയതാണ്. കാരണം ഇവര് വളം വെച്ചു കൊടുത്ത ഭീകരന്മാര് ഇവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലേക്ക് പോയിരിക്കുന്നു. അത് കാലത്തിന്റെ കാവ്യനീതിയാണ്. അത് പാകിസ്ഥാന് അത് അനുഭവിച്ചു തന്നെ മതിയാകുള്ളൂ. ഒരുപക്ഷെ ഈ നമ്മുടെ ഞാൻ അവസാനിപ്പിക്കാം. ഈ ബ്രിഗേഡിയർ ഡാൽവിയുടെ ഒരു പുസ്തകമുണ്ട്. 1962 യുദ്ധത്തിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്. ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് ആ പുസ്തകം. ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറയുന്നത് നമ്മള് ഇന്ത്യ, ചൈന, ടിബറ്റ് ഇതിന്റെ 3ന്റെയും കൂടെ അതിർത്തി ചേരുന്ന മക്മോഹൻ രേഖ വളരെ ഫ്രീ ആയിട്ട് കിടന്ന ഒരു കാലഘട്ടത്തിൽ ഡാൽവിയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ അവിടെ ഒരു പോസ്റ്റ് സ്ഥാപിക്കാൻ പോയതിൽ നിന്നുള്ള അതിന്റെ ഒരു സംഗ്രഹമാണ്. ആ പോസ്റ്റ് സ്ഥാപിക്കാൻ പോയ ഹിമാലയൻ ബ്ലണ്ടറിൽ നിന്നാണ് ബാക്കി പിന്നീടുള്ള ദുരന്തങ്ങളൊക്കെ. ഇനി ഒരു 10 കൊല്ലോ 15 കൊല്ലോ കഴിയുമ്പോൾ പാകിസ്ഥാൻ ആർമിയുടെ ജനറൽമാരോ ബ്രിഗേഡിയർമാരോ പുസ്തകം എഴുതും. 26 ആളുകളെ കൊല്ലാനായിട്ട് ഭീകരന്മാരെ നമ്മൾ പറഞ്ഞു വിട്ട ആ പാകിസ്ഥാൻ ബ്ലണ്ടർ, അല്ലെങ്കിൽ എന്താ പറഞ്ഞ പഹൽഗാം ബ്ലണ്ടർ, അത് പാകിസ്ഥാന്റെ നാശത്തിന് കാരണമായി എന്ന് 10 or 20 കൊല്ലം കഴിയുമ്പോൾ പാകിസ്ഥാന്റെ ആർമിയുടെ ചരിത്രം എഴുതുന്ന ചരിത്രകാരന്മാരോ അല്ലെങ്കിൽ മുൻ സൈനികരോ എഴുതുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്രീ ശ്രീജിത് പണിക്കർ, അതേ സമയത്ത് തന്നെ ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ടല്ലോ കോൺഗ്രസിന്റെ ഹാൻഡിലുകളിൽ നിന്ന്. ഉണ്ട്. ശ്രീ സേനാപതി വേണു പറഞ്ഞ് നിർത്തിയെടുത്തു നിന്ന് തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. ഈ ജോൺ ഡാൽവി എഴുതിയ വിഖ്യാതമായ ഹിമാലയൻ ബ്ലണ്ടർ എന്ന പുസ്തകം ഇന്ത്യയിൽ കോൺഗ്രസ് ഗവൺമെന്റ് നിരോധിച്ചതാണ് എന്നുള്ള ഒരു വിവരം കൂടി അദ്ദേഹത്തിന് അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. ഞാനൊരു അക്കാദമിക് ഇൻട്രസ്റ്റിനാണ് ശ്രീജിത്തെ പറഞ്ഞത്. ആയിക്കോട്ടെ, നമ്മള് വെടിവെക്കുമ്പോ ആ വെടി സ്വന്തം കാലിലായി പോകരുത് എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കോൺഗ്രസ് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്രത്തോളം ഔചിത്യമുള്ളതാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തേത് എത്രത്തോളം ഫിറ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നുള്ളതും കൂടി നോക്കണം. ഇപ്പോൾ ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചോദിക്കുന്നത് സിംല എഗ്രിമെന്റിൽ നിന്ന് നമ്മുടെ രാജ്യം പിന്നോട്ട് പോയോ എന്നുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് സിംല എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഈ മധ്യസ്ഥനായിട്ട് നമ്മൾ ഒരാളിനെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം ഉൾപ്പെടെ ഉയർത്തുന്നത്. ഈ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അബയൻസിലേക്ക് വെക്കുന്നു എന്ന് നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് പാകിസ്ഥാനിൽ നിന്നുണ്ടായ പ്രഖ്യാപനം എന്താണ് എന്ന് ശ്രീ KC വേണുഗോപാൽ മറക്കരുത്. സിംല കരാർ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ ടെമ്പററിലി മരവിപ്പിക്കുകയാണ് എന്ന് പാകിസ്ഥാനാണ് പറഞ്ഞത്. ആ കരാറിൽ ഒപ്പിടുന്നത് ഇന്ത്യയും പാകിസ്ഥാനും കൂടി ചേർന്നിട്ടാണ്. അതിൽ ഒരു പാർട്ടി ആ കരാറിനെ മാനിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ സിംല എഗ്രിമെന്റ് ഇൻ ഫോഴ്സ്. എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സിംല എഗ്രിമെന്റ് ഇല്ല എന്നാണ്. അഥവാ സിംല എഗ്രിമെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ സിംല എഗ്രിമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്താണ്? റിനൗൺസിയേഷൻ ഓഫ് വാർ ആണ്. 2 രാജ്യങ്ങളും തമ്മിൽ ആംഡ് കോൺഫ്ലിക്റ്റിൽ ഇടപെടില്ല എന്നാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സിംല എഗ്രിമെന്റ് നോക്കി അവിടെ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനെ നമുക്ക് ആക്രമിക്കാനായിട്ട് പറ്റുമോ? നമുക്ക് ടെററിസ്റ്റ് ക്യാമ്പുകളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ പാകിസ്ഥാന്റെ എയർബേസുകളെ നമ്മൾ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? സിംല എഗ്രിമെന്റിനെ പാകിസ്ഥാൻ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യക്ക് മാത്രമായിട്ട് ഒരു കരാറില്ല. നമുക്ക് മാത്രമായിട്ട് ഒരു കരാറുണ്ടോ? ഞാൻ എന്നോട് ഒപ്പിടുന്ന ഒരു കരാറുണ്ടോ? ഇല്ല. ഞാൻ മറ്റൊരാളുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് അയാൾ ആ കരാറിനെ ഏകപക്ഷീയമായി റദ്ദാക്കുകയാണെങ്കിൽ ദാറ്റ് കരാർ ഈസ് നോ ലോങ്ങർ ഇൻ ഫോഴ്സ്. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കരാർ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ കരാറിൽ പറയുന്ന ക്ലോസുകൾക്ക് അവിടെ വാലിഡിറ്റി ഇല്ല. ആ കരാറിൽ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ആംഡ് കോൺഫ്ലിക്റ്റിൽ ഇന്ത്യ പോകാനും പാടില്ല. പക്ഷേ ഇന്ത്യ ആംഡ് കോൺഫ്ലിക്റ്റിൽ പോയി എന്നുള്ളതിന്റെ അർത്ഥം തന്നെ സിംല കരാർ ഇല്ല എന്നുള്ളതാണ്. 1. 2, ഇനി ഈ സിംല കരാറിനെ വയലേറ്റ് ചെയ്തുകൊണ്ട്, ഇനി അത് കരാർ ഉണ്ടെന്ന് കരുതിക്കോളും,
അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയുടെ മധ്യസ്ഥതയെ നമ്മൾ അംഗീകരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും അമേരിക്ക മധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. പകരം നമ്മുടെ വിദേശകാര്യമന്ത്രി ഓരോ ദിവസവും അദ്ദേഹം ഏതൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളോട് സംസാരിക്കുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് എക്സിൽ അദ്ദേഹം പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അതിൽ അമേരിക്കയിലെ പ്രസിഡന്റ് മാത്രമല്ല, JD വാൻസ് മാത്രമല്ല, മാർക്കോ റൂബിയോ മാത്രമല്ല, നോർവേ പോലെയുള്ള രാജ്യങ്ങൾ, മറ്റുള്ള നിരവധി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നമ്മൾ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിംല എഗ്രിമെന്റിന്റെ വയലേഷൻ ആയിട്ടാണോ? അല്ല. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളും പറയുന്നുണ്ട് ഞങ്ങൾ ഇവരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഒരു ദിവസത്തിൽ ഒന്നിലധികം തവണ നോർവേയുമായി ബന്ധപ്പെട്ട് പോലും നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ രാജ്യങ്ങളെല്ലാം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ്. എവിടെയാണ് ഒരു മിഡിൽമാൻ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? മിഡിൽമാൻ ഉണ്ടാകുന്നത് ഈ രണ്ട് രാജ്യങ്ങളും മ്യൂച്വലി എഗ്രി ചെയ്തതിനു ശേഷം നിങ്ങളാണ് ഇതിന്റെ മിഡിൽമാൻ എന്ന് സമ്മതിക്കുമ്പോഴാണ്. ഇപ്പം കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അലക്സി കസിഗിൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? സോവിയറ്റ് യൂണിയന്റെ പ്രീമിയർ ആയിരുന്നു. എന്തിനാണ് അദ്ദേഹത്തിന്റെ റോൾ ഉണ്ടായിരുന്നത്? 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ ജയിച്ചതിന് ശേഷം നമ്മൾ ആ സമാധാന കരാർ എവിടെ വെച്ചിട്ടാണ് ഒപ്പിട്ടിരിക്കുന്നത്? അത് ഒപ്പിട്ടിരിക്കുന്നത് എവിടെ വെച്ചാണ് ശ്രീ സേനാപതി വേണു? താഷ്കെൻഡിൽ വെച്ചിട്ടാണ്. എന്താണ് താഷ്കെൻഡ്? ഇന്ത്യയുടെ ഭാഗമാണോ പാകിസ്ഥാന്റെ ഭാഗമാണോ? അല്ല, അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമാണ്. ആര് വിളിച്ചിട്ടാണ്? അലക്സി കസിഗിൻ വിളിച്ചിട്ടാണ് നമ്മുടെ രണ്ട് രാജ്യത്തു നിന്നുള്ള ആൾക്കാർ അവിടെ പോയതിനു ശേഷം ആ കരാർ ഒപ്പിടുന്നത്. അതാണ് മിഡിൽമാൻ, അതാണ് മധ്യസ്ഥം. സോവിയറ്റ് യൂണിയനാണ് അന്ന് മധ്യസ്ഥത വഹിച്ചത്. അങ്ങനെ ഒരാളിനെ ഇവിടെ എഗ്രി ചെയ്യുകയോ അങ്ങനെ ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. പിന്നെ ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ടാണ് അദ്ദേഹം അതിനെ പ്രീഎംപ്റ്റ് ചെയ്തുകൊണ്ട് അത് പറഞ്ഞത്. അതല്ലാതെ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ടായിരുന്ന ഒരൊറ്റ രാജ്യവും ഇതാണ് ഇത് മറ്റേ രാജ്യം പ്രഖ്യാപിക്കുന്നതിന് പകരം ഞങ്ങൾ ആദ്യമേ അങ്ങ് പ്രഖ്യാപിക്കാം എന്ന് കരുതില്ല. അത് ജോ ബൈഡൻ ആയിരുന്നെങ്കിലോ മറ്റേതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിലോ ഇങ്ങനെ പ്രീഎംപ്റ്റ് ചെയ്തുകൊണ്ട് അത് ചെയ്യുമായിരുന്നില്ല. കാരണം അത് ഒരു സാമാന്യ മര്യാദയല്ല. ഇനി അമേരിക്ക ഇടപെട്ടിട്ടാണ് ഇന്ത്യ ഈ ഒരു സീസ് ഫയറിലേക്ക് പോയത് എന്നാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അതിനു മുമ്പുള്ള ഇന്ത്യയുടെ പൊസിഷൻ എന്തായിരുന്നു എന്നുള്ളത് നോക്കണം. അതായത് ഇന്ത്യ ഏകപക്ഷീയമായി പാകിസ്ഥാനെ ആക്രമിക്കുന്നു. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ കനത്ത ആഘാതം തുടർച്ചയായിട്ട് ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മളിത് യുദ്ധത്തിലേക്ക് എസ്കലേറ്റ് ചെയ്യുകയാണ് എന്നൊരു പൊസിഷൻ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുകയും അമേരിക്കയുടെ ഇടപെടൽ കാരണം നമ്മൾ അതിനെ മടക്കി ചുരുട്ടി പോക്കറ്റിൽ വെച്ചിട്ട് ശരി ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ്, സീസ് ഫയറിന് ഞങ്ങൾ എഗ്രി ചെയ്യുകയാണ് എന്നാണ് സംഭവിച്ചിരുന്നത് എങ്കിൽ കോൺഗ്രസ് ഈ പറയുന്ന വാദം ശരിയാണ്, അത് നിലനിൽക്കും. പക്ഷേ ഇന്ത്യയുടെ പൊസിഷൻ എന്തായിരുന്നു? ഒന്നാമത്തെ ദിവസം ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്യുന്ന ദിവസം മുതൽ ഇന്ത്യ പറഞ്ഞിരുന്ന പൊസിഷൻ ദിസ് ഈസ് നോൺ എസ്കലേറ്ററി. ഞങ്ങൾ ഇതിനെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ദിസ് ഈസ് പ്രൊപ്പോർഷനേറ്റ്. അവരടിച്ചിരിക്കുന്നതിന് ഞങ്ങൾ തിരിച്ചടി കൊടുക്കുന്നു. ദിസ് ഈസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യമാണ്. മെഷേർഡ് ആയിട്ടുള്ള തിരിച്ചടി മാത്രമേ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത്. ഏറ്റവും അവസാനം, അതായത് ഈ സീസ് ഫയറിന് പോകുന്നതിന്റെ അന്നത്തെ ദിവസം രാവിലെ നമ്മുടെ സൈനിക പ്രതിനിധിയായിട്ടുള്ള വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് നടത്തിയിരുന്ന പത്രസമ്മേളനത്തിൽ ഏറ്റവും അവസാനം അവർ ആവർത്തിച്ചിരിക്കുന്നത് ഈ കാര്യമാണ്. ഞങ്ങൾ ഇതിനെ എസ്കലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പാകിസ്ഥാൻ അത് റെസിപ്രോക്കേറ്റ് ചെയ്യുമെങ്കിൽ എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ആഗ്രഹിച്ചാൽ ഞങ്ങൾ യുദ്ധത്തിന് പോവില്ല എന്ന് തന്നെയാണ്. അല്ലാതെ യുദ്ധത്തിന് പോകുമെന്നുണ്ടായിരുന്ന ഒരു പൊസിഷൻ അമേരിക്ക ഇടപെട്ടത് കൊണ്ട് മാത്രം അതിനെ നാലായി മടക്കി പോക്കറ്റിലിട്ടതിന് ശേഷം ശരി സീസ് ഫയർ എന്നല്ല ഇന്ത്യ പറഞ്ഞിരുന്നത്. എങ്കിൽ ശ്രീ സേനാപതി വേണുവോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ പറയട്ടെ, ഇന്ത്യ അമേരിക്കയുടെ ഇടപെടലിന് ശേഷം ഏത് നയമാണ് മാറ്റിയത്? നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു നയത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ? പാകിസ്ഥാൻ മര്യാദക്കിരുന്നാൽ നമ്മൾ മര്യാദക്കിരി. അത് തന്നെയാണല്ലോ ശ്രീ സേനാപതി വേണു ഇപ്പോഴും ഇന്ത്യയുടെ നിലപാട് അത് തന്നെയാണ്. പാകിസ്ഥാനാണ് മര്യാദയ്ക്ക് ഇരിക്കേണ്ടത്. ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. അല്ലാതെ പാകിസ്ഥാനിലെ ഒരു സൈനികനെയോ ഒരു സാധാരണക്കാരനെയോ ഇന്ത്യ ലക്ഷ്യമിട്ടിട്ടില്ല. മറിച്ച് പാകിസ്ഥാൻ ഇങ്ങോട്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് നേരെ ഡ്രോണുകൾ പ്രയോഗിക്കുന്നു, വെടിവെക്കുന്നു, മിസൈലുകൾ പ്രയോഗിക്കുന്നു, സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു. ആ സമയത്ത് നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ, തിരിച്ചാക്രമിക്കുന്നു. എവിടെയാണ് ആക്രമിച്ചത്? പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ആക്രമിച്ചത്. അവിടെ ആളുകൾക്ക് നാശമുണ്ടായിട്ടില്ല. അവിടെ മരിച്ച ഭീകരരുടെ ചിത്രങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് സാധാരണക്കാർ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ കള്ളപ്രചാരണം നടത്തുന്നത്. അത് ലോക ജനതയ്ക്ക് ബോധ്യമുണ്ട്. ലോക ജനതയ്ക്ക് മുന്നിൽ ബോധ്യമുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തെളിവുകൾ ചോദിക്കുമ്പോൾ പാകിസ്ഥാൻ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ലോക ജനതയ്ക്ക് ഇത് ബോധ്യമാകുന്നത്. പക്ഷേ കോൺഗ്രസിനിവിടെ കാര്യങ്ങൾ ബോധ്യമാകാത്തത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് ഇപ്പോഴും ഈ സിംല കരാറിന്റെ കാര്യം എടുത്തു വെച്ചുകൊണ്ട് പറയുകയാണ്. സിംല കരാർ ഇല്ല എന്ന് പാകിസ്ഥാൻ തന്നെയാണ് പറഞ്ഞത്. അന്ന് സിംല കരാർ റദ്ദാക്കും, മരവിപ്പിക്കുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ ഇവിടെ ചർച്ചാ വിഷയമായതാണ്. അത് നല്ലതാണ്, ശരിയാണ്, അത് ആയിക്കോട്ടെ, നമുക്ക് നല്ലതാണെന്ന്. അല്ല, ഒരു സെക്കൻഡ്, ഒരു കാര്യം കൂടി പറയാം. നയപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ പിന്നാക്കം പോയി എന്നാണ് കോൺഗ്രസിന്റെ ആരോപണമെങ്കിൽ ചേരിചേരാ നയം, നോൺ അലൈൻമെന്റ് പോളിസി എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ വിഖ്യാതമായിട്ടുള്ള ഒരു പോളിസി ഉണ്ടായിരുന്നു.
ആ പോളിസിയാണ് 1962 പിന്നെ ചൈനയുമായിട്ടുള്ള യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു പിന്നിലത്തെ ബർണറിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ജോൺ എഫ് കെനഡിക്ക് കത്തയച്ചത്. ആ കത്തിൽ പറഞ്ഞിരുന്നത് എന്താണ്? ഐ therefore request that immediately support be given to strengthen our air arm sufficiently to stem the tide of the Chinese advance. എന്നിട്ട് പറഞ്ഞിരുന്നത് എന്താണ്? ഞങ്ങൾക്ക് 12 സ്ക്വാഡ്രൺ സൂപ്പർ സോണിക് ഓൾ വെതർ ഫൈറ്റേഴ്സ് വേണം. അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് അതിന് ആൾക്കാരെ വിടണം. ഇതിന്റെ റൈഡാർ സംവിധാനങ്ങൾ ഞങ്ങൾക്കില്ല, അതിനുള്ള ആളെ വിടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ചേരിയിലുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചേരിയിലേക്ക് പോയി. നയവ്യത്യാസമാണ്, കോൺഗ്രസ് ആണ് ചെയ്തത്. എന്നിട്ട് എന്താ ചെയ്തത് ശ്രീ സേനാപതി വേണു? പിന്നീട് യുദ്ധത്തിന് ശേഷം പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നെഹ്റു അങ്ങനെ കെന്നഡിക്ക് കത്തയച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് പറഞ്ഞിരുന്നത്. പിന്നെ ഈ കത്ത് പുറത്തു വരുന്നത് എപ്പോഴാണ്? ജോൺ എഫ് കെന്നഡിയുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും ഡീക്ലാസിഫൈ ചെയ്യാനായിട്ട് അമേരിക്കൻ സർക്കാർ തീരുമാനിക്കുന്ന സമയത്ത് അന്നാണ് 1962 നവംബറിൽ ജവഹർലാൽ നെഹ്റു എഴുതിയിരിക്കുന്ന ഈ കത്ത് ലോകം കാണുന്നത്. അതുവരെ പാർലമെന്റിലടക്കം നുണ പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഇപ്പൊ ഞാനതിനെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് ഇന്ത്യക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ചേരിചേരാ നയമൊക്കെ എടുത്ത് തോട്ടിൽ കളഞ്ഞിട്ട് നമ്മൾ അമേരിക്കയുടെ സപ്പോർട്ട് കിട്ടുമെങ്കിൽ വാങ്ങണം എന്ന് തന്നെയാണ് എന്റെ വാദം. പക്ഷേ അവിടെയാണല്ലോ നിക്സന്റെ 7ാം കപ്പൽപ്പടയ്ക്ക് മുന്നറിയിപ്പ് നൽകി അവിടെ തടഞ്ഞു നിർത്തിയത് ഇന്ദിരാഗാന്ധിയെ കുറിച്ചുള്ള വലിയ പ്രചാരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല മഞ്ജുഷ, നമ്മൾ മനസ്സിലാക്കേണ്ടത് 1971 യുദ്ധ സാഹചര്യത്തിൽ അമേരിക്ക ഇറ്റ് ഈസ് ടോട്ടലി അഗൈൻസ്റ്റ് ഇന്ത്യ. നിക്സണും ഹെൻറി കിസഞ്ചറും എന്താ പറഞ്ഞ ചൈനയുമായി നിരന്തരമായ സമ്പർക്കം നടത്തിക്കൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാന് വേണ്ട എല്ലാ സഹായങ്ങളും ഈ പാറ്റൻ ടാങ്ക് എന്ന് പറയുന്ന പേരെങ്ങനെയുണ്ട്? അമേരിക്ക എന്തിനാ പാറ്റൻ ടാങ്ക് ഉണ്ടായത്? അമേരിക്കയ്ക്ക് യുദ്ധഭൂമിയില്ല. അമേരിക്ക പാറ്റൻ ടാങ്ക് ഉപയോഗിച്ച് അതിർത്തി കാക്കേണ്ട ഒരു സ്ഥലവുമില്ല. അത് പാകിസ്ഥാന് കൊടുക്കുന്നതിന് വേണ്ടി മാത്രം അവർ നിർമ്മിച്ചതാണ് ഈ പാറ്റൻ ടാങ്കുകൾ. അപ്പോ ഇന്ത്യയെ ഏത് രീതിയിലും തകർക്കുന്നതിന് വേണ്ടി അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അമേരിക്കയുടെ മേധാവിത്വത്തെ ആ ശീതയുദ്ധത്തിന്റെ കാലത്തിൽ വെല്ലുവിളിക്കാൻ അന്ന് ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. മറിച്ച് ഇന്നിപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ. ഞാൻ വീണ്ടും ശ്രീജിത്തിനോട് വിനയപുരസരം ചോദിക്കുന്നു, നമ്മളൊരു തർക്കത്തിന് വേണ്ടി ഇപ്പൊ ഞാൻ നെഹ്റുവിന്റെ കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നു, അന്ന് നെഹ്റു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ അസാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ ഈ രാജ്യത്ത് നിന്ന് വെട്ടിമുറിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ലോകത്തിൽ ആര് ഞങ്ങളെ സഹായിക്കുന്നു അവരുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാകും. അതാണല്ലോ നെഹ്റുവിന്റെ രാജ്യം മുഴുവൻ നടന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഒക്കെ. അന്ന് നെഹ്റു എടുത്തിരിക്കുന്ന ആ തീരുമാനം നെഹ്റു പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് മൈ ഓൺ ഡിസിഷൻ, എന്റെ തീരുമാനം മാത്രമാണ്. ഞാൻ ക്യാബിനറ്റിൽ ആലോചിച്ചില്ല, മന്ത്രിസഭയോട് ചോദിച്ചില്ല, ഞാൻ എന്റെ എന്താ പറഞ്ഞ പൊളിറ്റിക്കൽ അഡ്വൈസറോടോ അല്ലെങ്കിൽ ഡിഫൻസ് അഡ്വൈസറോടോ പോലും ഞാൻ ചോദിച്ചില്ല. കാരണം രാജ്യത്തെ രക്ഷിക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഇവിടെ ഉണ്ടോ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ ഇപ്പൊ BJP-ക്കാർ നിരന്തരം ഞാൻ രാഷ്ട്രീയം പറയല്ല, നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ത്യ അമേരിക്കയുടെ സഹായം തേടിയിട്ടില്ലല്ലോ. ആരാണ് പറഞ്ഞത് അമേരിക്കയുടെ ഞാൻ പറഞ്ഞത് 92,000 സൈനികർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നപ്പം എന്തേ നിങ്ങൾ അതിർത്തികൾ ഭദ്രമാക്കിയില്ല, ചിക്കൻ നെക്ക് ശരിയാക്കിയില്ല എന്നൊക്കെ ചോദിക്കുന്നവരോട് നമ്മളും ചോദിക്കുന്ന ഒരു ചോദ്യം, അത് ഭാവിയിൽ ആ ചോദ്യം ഉണ്ടാകും. എന്തുകൊണ്ട് ഇത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സീസ് ഫയർ പ്രഖ്യാപിച്ചു? ഈ നിരന്തരമായിട്ട് അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഈ പ്രശ്നങ്ങളെ മുഴുവൻ ഇപ്പോ നമുക്ക് എന്തുകൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞില്ല? ആഗ്രഹിച്ചിരുന്നില്ല. ഇന്ത്യയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ്. ഏതൊരു മിലിറ്ററി ഓപ്പറേഷനും അതിൻ്റെതായിട്ടുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ ടെറർ ക്യാമ്പുകളെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഉദ്ദേശ ലക്ഷ്യം. അതേപോലെ ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം 1971 വാറിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനെ രണ്ടാക്കുക, ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലേ? ഈസ്റ്റേൺ പാകിസ്ഥാനിന് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് POK വരുന്നില്ല. സ്വാഭാവികമായിട്ടും അതിന്റെ ഡിക്ലൈൻഡ് ഒബ്ജക്റ്റീവിൽ അത് വരാത്തത് കൊണ്ടാണ് അന്നുണ്ടായിരുന്ന ഹൈ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ അതിനു വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്യാതിരുന്നത്. ഇല്ലെങ്കിൽ ആ പിടിച്ചെടുത്തിരുന്ന സ്ഥലമോ 1,00,000 സൈനികരെയോ വെച്ചുകൊണ്ട് ബാർഗെയിൻ ചെയ്യാമായിരുന്നു. ചെയ്യാത്തതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഉദ്ദേശലക്ഷ്യം അതായിരുന്നില്ല. നിരന്തരമായി ഉയരുന്ന ഒരു ചോദ്യമാണ് കോൺഗ്രസിന് നേരെ, ഇന്ദിരാഗാന്ധിക്ക് നേരെ ഉയർന്ന ഒരു ചോദ്യമാണ്. അത്രയും വലിയ വിജയം ഉണ്ടായപ്പോ എന്തേ നമ്മൾ അല്ല ഇപ്പോഴും അത് തന്നെയല്ലേ കോൺഗ്രസ് ചോദിക്കുന്നത്? അല്ലേ, കോൺഗ്രസ് ഇപ്പൊ ചോദിക്കുന്നത് അതേ ചോദ്യം ആയതുകൊണ്ടാണ് അവരത് തിരിച്ചു ചോദിക്കുന്നത്. അല്ലല്ലല്ല, ഇത് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഉണ്ടായ വിഷയമല്ലേ, 7-ാം തീയതിക്ക് ശേഷം ഉണ്ടായ വിഷയം അല്ലേ? ഇത് എത്രയോ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് വിഷയത്തിലേക്ക് പോകാൻ സമയം അധികം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ചോദ്യത്തിനകത്ത് എന്ത് കാരണത്താൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സീസ് ഫയർ പ്രഖ്യാപിക്കാൻ
ഡൊണാൾഡ് ട്രംപിന് അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു എന്നതിന്റെ ഉത്തരം അടുത്ത 5-10 മിനിറ്റിനുള്ളിൽ പ്രധാനമന്ത്രി രാജ്യത്തോട് പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ നമുക്ക് ഈ വിഷയം കൂടുതൽ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യാം. കാരണം അദ്ദേഹത്തിന്റെ മറുപടി കൂടി കേട്ടതിന് ശേഷമേ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് കൂടുതലായ ചർച്ച നടത്താനായിട്ട് അല്പസമയത്തിനകം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് പ്രധാനമന്ത്രി പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആകാംക്ഷയിലാണ് രാജ്യം. ശ്രീ രഘുനാഥ് നായർ, ഈ സംഘർഷം അവസാനിപ്പിക്കേണ്ട സമയത്ത് തന്നെ ഇന്ത്യ അവസാനിപ്പിച്ചിട്ടുണ്ടല്ലോ. പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നു, ഇന്ത്യ സമ്മതം മൂളുകയും ചെയ്തു. ഇന്ത്യയുടെ ടാർഗറ്റ് ഭീകര കേന്ദ്രങ്ങളാണ്, അത് കൃത്യമായിട്ട് ഇന്ത്യ ഉച്ചത്തിൽ തന്നെ പറയുന്നുമുണ്ടല്ലോ. ഇന്ത്യയുടെ ടാർഗറ്റ് ഭീകര കേന്ദ്രങ്ങളാണ്, ടെററിസം നശിപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ടെററിസം ഉന്മൂലനം ചെയ്യുക, അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അവിടെയും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതായത് 21 തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ അല്ല, അതിൽ കൂടുതലുണ്ട്. അതിൽ നിന്ന് 21 ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് 9 ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അപ്പൊ ഇനി ഇത് ആവർത്തിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ തീർച്ചയായിട്ടും അതൊരു യുദ്ധമായിട്ട് കരുതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഓൾ ഔട്ട് വാറായിട്ട് തന്നെ